हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ओम ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ മാതാജി ശ്രീകല മാതാജി ഒരു മിനിറ്റ് എൻ്റെ അമ്മ ഫോൺ വിളിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്താണ് എന്താ ചോദിക്കട്ടെ കേട്ടോ അപ്പോഴേക്കും എല്ലാവരും വരട്ടെ ഒരു സെക്കൻഡേ ആ അമ്മ ക്ലാസ്സിലാ എന്തേ വിളിച്ച് ക്ലാസ്സിലാറിനപ്പോൾ കട്ടിട്ട് പോയി രമണൻ പ്രഭു രമണൻ പ്രഭു രമണൻ പ്രഭു രമണൻ പ്രഭു ഭയങ്കര പരാതിക്കാരനാ എന്നെ വിളിക്കണില്ല എന്നോട് മിണ്ടണില്ല എന്നെ നോക്കണില്ല ഭയങ്കര പരാതിയാ ആലപ്പുഴ വരെ പോകേണ്ടിയിരിക്കുന്നു ചിഞ്ചു മാതാജി ലതാ മാതാജി ശ്രീകല മുരളീധരൻ മാതാജി രമ്യ രാജീവ് മാതാജി എല്ലാവരും വരട്ടെ. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് നേരം ഇങ്ങനെ കഥ പറയുന്നത് കേട്ടോ. ഇപ്പോഴാണ് മഞ്ജരീസിൻ്റെ ലൈവിൻ്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് അഡ്മിൻസ് പോസ്റ്റ് ചെയ്യുന്നത്. ബിന്ദു അജികുമാർ മാതാജി, ഇനിയിപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഓടി ആടി വരും. അതിവിടുത്തെ ഒരു പദപ്രയോഗമാണ്, ആടി ഓടി വേല ചെയ്യുക എന്ന്. മീൻസ് നമ്മൾ പറയില്ലേ ഓടി നടന്ന് ജോലി ചെയ്യാന്ന് പറയില്ലേ, അതിന് പറയുന്നതാണ് ആടി ഓടി വേല ചെയ്യുക എന്ന് പറയുന്നത്. സുരേഷ് മോനപ്പൻ മുതലാളി എവിടെയോ ഇരുന്നിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കണം. ഇപ്പം എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഇവിടെ ലൈവ് നടക്കുമ്പോൾ ഇതി വന്നിട്ടില്ല മുതലാളി. ശ്രീലത അനിൽ മാതാജി, വിജയലക്ഷ്മി മാതാജി, രാജലക്ഷ്മി അമ്മ. ഇനി നെക്സ്റ്റ് ആരാണ് കമൻ്റ് ചെയ്യാൻ പോണത്? രാജേശ്വരി സുരേഷ് കുമാർ മാതാജി, അത് സഞ്ജുട്ടെ. ബിന്ദു മണികണ്ഠൻ മാതാജി. ഇനി നെക്സ്റ്റ് ശ്യാമ മാതാജിയുടെ പേര് വായിച്ചു. ശ്യാമ മനോഹർ മാതാജി. ഷൈജു PMNA, ഷൈജു സർ. രജനി മനോജ് മാതാജി. കിഷോർ കോക്കാത്ത് സർ. ജയ വേണുഗോപാൽ മാതാജി. ശാലിനി മാതാജി. ദീപചന്ദ്രൻ മാതാജി. ജയപ്രകാശ് നെക്കര പ്രഭു. ഷൈനി അമ്മ. അശ്വതി CP മാതാജി. വെട്രിവേൽ മാതാജി, അതെനിക്കറിയാം. ശാന്ത മാതാജി ഇവിടെ വരുന്ന കിച്ചൂട്ടൻ്റെ ഫ്രണ്ട്. സിന്ധു ശ്യാം മാതാജി. ശ്രീകുമാരി ഭവാനി മാതാജി. വാസന്തി ശങ്കർ മാതാജി. വിജയ രാജീവ് മാതാജി. രതീഷ് നായർ. ആശ S. മുരുകൻ പ്രഭു. ഓക്കെ, ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അജില സുനിൽ മാതാജി. മനോജ് സർ. ജ്യോതി മാതാജി. ശാലിനി മാതാജി. ശ്രീകല സുരേഷ് മാതാജി. പേര് വായിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ വായിച്ചുകൊണ്ട് പോവല്ലേ. പക്ഷെ ഇത് എപ്പോഴാണെന്നറിയോ ഫീൽ ചെയ്യാം? നമ്മുടെ മനീഷ മാതാജി, അമൃത മാതാജി. ഞാൻ ഇനി വായിക്കാഞ്ഞാൽ അയ്യോ എൻ്റെ പേര് വായിച്ചില്ലേ എന്ന് പറയരുത്. സൗമ്യ മാതാജി, പുഷ്പ മാതാജി. ഇനി നമ്മുടെ ഈ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് യൂട്യൂബിലിടില്ലേ, അപ്പം യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ് കാണാനിരിക്കുന്നവർ ഇവരെന്താ അപ്പം ഇതിങ്ങനെ എപ്പം നോക്കിയാലും ഇങ്ങനെ പേര് വായിച്ചുകൊണ്ടിരിക്കുന്നു ക്ലാസ് തുടങ്ങാതെ, അങ്ങനെ ഒരു ഇത് വരും. അതുകൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. നല്ലതേ വരൂ, പ്രാർത്ഥിക്കാം. സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവും, കഷ്ടതകളെല്ലാം മാറും കേട്ടോ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതമാണ്. ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ ക്ലാസ്. അനിൽകുമാരി മാതാജി എന്തോ ഒരു കാര്യമായിട്ട് മെസ്സേജ് ഇട്ടു. ആ സൂപ്പർ, പശുക്കുട്ടിയെ നൽകി. ഹരേ കൃഷ്ണ. നന്നായിരിക്കട്ടെ മാതാജി. അപ്പോൾ
ഇന്നത്തെ കാലത്ത് ഒരു പശുവിനൊക്കെ ദാനം ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല കേട്ടോ, വലിയ കാര്യമാണ്, ഭയങ്കര വലിയ കാര്യമാണ്. ഈ നമ്മൾ പഠിക്കുന്ന ആ കാലഘട്ടമല്ലേ, ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ പഠിക്കുന്ന യജ്ഞമൊക്കെ നടക്കുന്ന കാലഘട്ടമില്ലേ, അപ്പോൾ ആ കാലഘട്ടത്തില് ആണ് പശുവിനെയൊക്കെ എന്താ പറയാ ദാനം നൽകുന്നതൊക്കെ. അന്നേരം നാളെ വിളിച്ചോ സിന്ധു മാതാജി? അപ്പൊ ആ കാലഘട്ടത്തിൽ ആണ് പശുവിനൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നൊക്കെ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തിൽ പശുവിനൊക്കെ ദാനം ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്തായാലും നന്നായി മാതാജി, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് 12 അല്ലേ, അപ്പോൾ ഇന്നലെ 11-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് വിഷ്ണു സഹസ്രനാമം ക്ലാസ് ഒക്കെ നമ്മൾ ശ്രീകുമാരി മാതാജി വിഷ്ണു സഹസ്രനാമം ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണ്. ഓക്കെ അമ്മ, പതുക്കെ അർത്ഥം പറഞ്ഞുതരാം, ഇനി ശ്രദ്ധിച്ച അർത്ഥം പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു ക്ലാസ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ രാജലക്ഷ്മി അമ്മ പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന്. ഇത് ഞാൻ എന്തോ വലിയ സംഭവമായിട്ട് ഞാൻ പഠിച്ചു പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇത് ഞാൻ ഭയങ്കര എളിമ കാണിക്കാൻ പറയുന്നതുമല്ല, നിങ്ങളോടൊപ്പം ഞാൻ പഠിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം, ഓക്കെ? അല്ലാണ്ട് നമ്മളാരും വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, അത്രയും മനസ്സിലാക്കുക. നമുക്ക് പഠിക്കാം, നമുക്ക് എത്രത്തോളം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് സ്റ്റോർ ആക്കാം, നമുക്ക് പഠിക്കാം, നമുക്ക് ഓർത്തിരിക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പിന്നെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. എല്ലാവർക്കും അറിയാലോ, മോസ്റ്റ് ഓഫ് ദം ഡിവോട്ടീസ് നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആണ്. വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഗ്രൂപ്പിൽ ആഡ് ആവാൻ. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഞാൻ എത്തിയില്ല മാതാജി, ക്ഷമിക്കണം. അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടിയിട്ട് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫേസ്ബുക്കിൽ ലൈവ് എടുക്കുന്ന ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം യൂട്യൂബിലൂടെ കാണാനാണോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ കാണാനാണോ എന്നുള്ളത് പ്രത്യേകം അറിയിക്കുക. കാരണം ചിലവർക്ക് ഫേസ്ബുക്ക് ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തരണം. മെയിൽസിനും ഫീമെയിൽസിനും, അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പിൽ ആഡ് ആയി കഴിയുമ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അതിൽ 10-11 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ കിട്ടിയില്ലെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് നമ്മൾ ഗാനമഞ്ജരി പോസ്റ്റ് ചെയ്യും. താങ്ക് യു സൗമ്യ മാതാജി. 6 മണിക്ക് നമ്മൾ ഗാനമഞ്ജരി പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരു പ്രഭാതമഞ്ജരി എഴുതിയിട്ടാണ് പ്രഭാതമഞ്ജരി പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ഒരു മോട്ടിവേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ട് ഓരോ ദിവസം ഏതാണ് ദിവസം, അന്നത്തെ ദിവസത്തെ നക്ഷത്രം എന്താണ് എന്നുള്ള ഒരു ചെറിയൊരു ലഘു വിവരണത്തോടൊപ്പം ഒരു ചെറിയൊരു മോട്ടിവേഷൻ അല്ലെ, എല്ലാവരും വായിക്കാറുണ്ടെന്ന് കരുതുന്നു. അത് കഴിയുമ്പോൾ ആഴ്ചയിലൊരിക്കൽ ക്ഷേത്രമഞ്ജരി, ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പലതും അറിയപ്പെടാത്തതുണ്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ളൊരു വിവരണം. പിന്നെ ഗുരുമഞ്ജരി, ഭാരതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഏതെങ്കിലും ഒരു ഗുരുവിനെ ആസ്പദമാക്കി അവരുടെ ജീവിതകഥയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു സംഭാവനയെക്കുറിച്ചോ. ഇന്ന് ഭക്തിഗാനം വന്നില്ല, അമർ ഇട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നില്ല, അത് വേറെ ആരും ഇട്ടില്ലേ, രേഖാമേ, സോറി, അത് ഞാൻ രാത്രിയിൽ ഇടാനുള്ള ഏർപ്പാട് ചെയ്യാം. അമറിന്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ടാണ്, മോൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ എന്താണോ ഗുരു നമുക്ക് സമൂഹത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ചെറിയൊരു വിവരണം. പിന്നെ ഭക്തമഞ്ജരി എന്ന് പറഞ്ഞിട്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ ഭഗവാന്റെ ഒരു കഥ എഴുതിടാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ഉച്ചപൂജ അലങ്കാരം വിവരണം വരാറുണ്ട്. പിന്നെ നമ്മൾക്ക് ജ്ഞാനമഞ്ജരി, ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴും ഹൈന്ദവ സമുദായത്തിലുള്ള നമ്മൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ, വീട്ടിലെങ്ങനെ അത് ചെയ്യാൻ പാടോ ഇത് ചെയ്യാൻ പാടോ, അപ്പം അങ്ങനെയുള്ള കുറച്ച് അറിവുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് എന്താ പറയുക, മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണം ഇപ്പം മൂകാംബിക മഞ്ജരി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഏകാദശി എപ്പോഴാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത്, പ്രദോഷം എന്താണ്, പ്രദോഷം എന്നാണ്, സങ്കടഹര ചതുർത്ഥി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പം അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ വരും. അത്ര പിക്ചേഴ്സ് വീഡിയോസ് അത് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളെ ഗാലറി ഒന്നും ഫില്ലാക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യില്ല. അഡ്മിൻസ് ഓൺലി ആണ്. നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജുകൾ മാത്രമായിരിക്കും അതിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി നമുക്ക് മഞ്ജരീസിന്റെ നമ്പറിലേക്കോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ നമ്പറിലേക്കോ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അറിയിച്ചാൽ നമുക്ക് സാധിക്കും, ഞാൻ അറിയും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ റൂമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് റൂമൊക്കെ തരാൻ സാധിക്കും.
അങ്ങനെ പോകുന്നു ഗുരുവായൂർ മഞ്ചരീസ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ മഞ്ചരീസിൻ്റെ കുടുംബ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. മറ്റു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല മഞ്ചരീസിന്. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഒരിക്കൽ കൂടി മഞ്ചരീസിൻ്റെ കോൺടാക്ട് നമ്പർ പറയാം: 93 42 49 49 41. ഓക്കെ, അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് നമുക്ക് കടക്കാം, സമയം കളയേണ്ട. നമ്മൾ ഇന്നലെ പഠിച്ചത് ഭീഷ്മ പിതാമഹനോട് ഒരുപാട് കാര്യങ്ങൾ ആരാണ് ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഭീഷ്മ പിതാമഹനോട്. ഓൾറെഡി മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഭീഷ്മ പിതാമഹനോട് ഒത്തിരി കാര്യങ്ങൾ ധർമ്മത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂടിയും യുധിഷ്ഠിരന് ചില സംശയങ്ങളുണ്ട് ഇവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കണം, ഏത് ദൈവത്തിന് നമ്മൾ ആരാധന ചെയ്യണം, എങ്ങനെയാണ് അർച്ചന ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് യുധിഷ്ഠിരനുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ കാലത്തിലുള്ള പല ആളുകൾക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംശയത്തെക്കുറിച്ചാണ് ഇവിടെ പോകുന്നത്. അപ്പൊ അതിന് ഭീഷ്മ പിതാമഹൻ ഒരു ഉത്തരം പറയുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രീ ഭീഷ്മ ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഭീഷ്മർ പറയുന്ന ആ ഒരു ആൻസറിലൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനു മുമ്പേ യദാചരതി ശ്രേഷ്ഠസ്തഥദേവധാരോചന സ യത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ എന്ന് പറയുന്നുണ്ട്. അത് ഭഗവത്ഗീതയിലുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാന്മാർ ചെയ്യുന്നത് സാധാരണക്കാർ അനുകരിക്കുന്നുണ്ട് അല്ലെ? നമ്മളുടെ ഗുരുക്കന്മാർ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മഹാന്മാര് ചിലപ്പം ഇങ്ങനെ വിവരമുള്ളവർ ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ മേടിക്കും, തീർത്തൊക്കെ മേടിക്കും. അപ്പൊ നമ്മളും ഇതിങ്ങനെ വാങ്ങിക്കും. ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ള പലർക്കും അറിഞ്ഞുകൂടാ. ചിലപ്പോ മഹാന്മാര് പലരും എങ്ങനെയായിരുന്നു മഹാന്മാർ ആളുകളെ കാണുമ്പോൾ നമസ്തേ, ഇപ്പോഴാണ് ഹായ് ഷെയ്ക്ക് ഹാൻഡ്, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ എല്ലാവരും നമസ്തേ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ മഹാന്മാരിൽ നിന്ന് പഠിച്ചതാണ് അല്ലെ? നമ്മുടെ പൂർവ്വ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുകരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അന്തരാർത്ഥം എന്താണ് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, മഹാന്മാരുടെ പ്രവൃത്തികളെ നമ്മൾ പ്രമാണമായി കാണണം. മനസ്സിലായി? അതൊരു പ്രമാണമാണ്, അതൊരു അച്ചടക്കമുള്ള സനാതന ധർമ്മബോധത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്, അതൊരു പ്രമാണമാണ്, ഒരു സത്യമാണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭീഷ്മരുടെ അഭിപ്രായം ഇവിടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഭീഷ്മ പിതാമഹൻ ഒരു എന്താണ്, നമ്മുടെ ഒരു ഗുരുവാണ്, അതുപോലെ തന്നെ ഒരു മഹാനായ വ്യക്തിയാണ്, മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അത്രത്തോളം വിലയുണ്ട്, വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ആറാമത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ജപിച്ചാലാണ് ജന്തുക്കൾക്ക് മുക്തി ലഭിക്കുക എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? കിം ജപമുച്യന്തേ ജന്തു ജന്മ സംസാര ബന്ധനാത്. ജന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ്, ഈ മനുഷ്യരല്ലാത്ത വർഗങ്ങളെ മാത്രം ജന്തു എന്ന് വിളിക്കാം. ഇപ്പൊ മനുഷ്യന്മാർ തമ്മിൽ അടി കൂടുമ്പോൾ ചിലപ്പോൾ വീടുകളിലൊക്കെ പറയാറുണ്ട്, വല്ലാത്തൊരു ജന്തു എന്ന് പറയല്ലേ, എന്തൊരു ജന്തുവിന്റെ സ്വഭാവമാണ്. ഇങ്ങനെയൊക്കെ കോമൺ ആയിട്ട് നാട്ടിൻപുറത്തൊക്കെ ചില വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മൃഗങ്ങളെ മാത്രമല്ല ജന്തു എന്ന് വിളിക്കുന്നത്, മനുഷ്യവർഗവും ഒരു ജന്തു തന്നെയാണ്. മനസ്സിലായില്ലേ? ജീവനുള്ള ഏത് വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാലും അത് ജന്തു വർഗത്തിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ ജന്തുക്കൾക്ക് എന്ത് ജപിച്ചാലാണ്, നമുക്ക് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സഹസ്രനാമങ്ങളുണ്ട്, വേദോപനിഷത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ജപിച്ചാലാണ് നമുക്ക് മുക്തി ലഭിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ? അപ്പൊ ആ ഒരു എന്നതിൽ ജന്തുക്കൾ രണ്ട് വാക്കുകളും വളരെ പ്രാധാന്യമാണ്. കാരണം എന്താ? ജപം, ഉച്ചം, ഉപാംശു, മാനസം എന്ന 3 തരത്തിലാക്കാം. എങ്ങനെ ആക്കുന്നത്? ജപം, ഉച്ചം, ഉപാംശു, മാനസം. ഇതെന്താന്നുള്ളത് മുന്നോട്ട് പറഞ്ഞു തരാം. ജനനമുള്ളതെല്ലാം ജന്തുക്കളാകുന്നു. മനസ്സിലായില്ലേ? ജനിക്കുന്നത്, അതായത് ജീവനുള്ള എല്ലാത്തിനെയും നമ്മൾ ഏത് കാറ്റഗറിയിൽ, ഏത് ഭാഗത്തിൽ പെടുത്തണം? ജന്തു എന്ന വർഗത്തിൽ പെടുത്തണം. അപ്പോൾ ഇവിടെ ജനനമുള്ളതെല്ലാം ജന്തുക്കളാകുന്നു. ജന്തു എന്നാൽ സാധാരണക്കാരായ നമ്മൾ എന്താ കരുതുന്നത്? ജന്തു എന്ന് പറഞ്ഞാൽ മൃഗമാണ് എന്നാണ് ചിന്തിക്കുക. മൃഗങ്ങളെയാണ് ജന്തുക്കൾ എന്ന് വിളിക്കുന്നത് എന്ന് കരുതും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ജനനമുള്ളതെല്ലാം ജന്തുക്കളാകുന്നു. അപ്പോ സ്ഥാവര ജംഗമങ്ങളെല്ലാം ഇവിടെ ജന്തുക്കളിൽ പെടുന്നു നമ്മൾ മനസ്സിലാക്കാം.
മനസ്സിലായോ? സ്ഥാവര ജംഗമങ്ങളെല്ലാം ഇവിടെ എന്താണ്? ജന്തുക്കളിൽ പെടുന്നുണ്ട്. അതായത് മോക്ഷത്തിനെ പരിശ്രമിക്കാൻ, മോക്ഷം ലഭിക്കേണ്ടത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, പിന്നെയോ ഇവിടെ മോക്ഷം ലഭിക്കാൻ പരിശ്രമിക്കേണ്ടത് മരമായാലും പാറയായാലും പാമ്പായാലും പന്നിയായാലും പണ്ഡിതനായാലും പാമരനായാലും എല്ലാവർക്കും മോക്ഷം ലഭിക്കാനുള്ള അധികാരമുണ്ട്. അതെന്തു ആയിക്കോട്ടെ, മനുഷ്യൻ മാത്രം അല്ലെ ഉയർന്ന വ്യക്തിത്വങ്ങൾക്ക് മാത്രം അങ്ങനെ ഒരു അധികാരം, അങ്ങനെയൊന്നുമില്ല. ആരും ആയിക്കോട്ടെ മോക്ഷം ലഭിക്കാനുള്ള അധികാരവുമുണ്ട്, മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാവുന്നതുമാണ്. അപ്പൊ ഇവിടെ പറയുന്നു ശ്രീ ഭീഷ്മ ഉവാച. ഇനി വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നു കേട്ടോ. അപ്പൊ അതില് ഭീഷ്മ ഉവാച എന്ന് പറയുന്നതില് അദ്ദേഹം എന്താ പറയുന്നത്? ജഗത് പ്രഭും, ശ്രദ്ധിച്ച് വായിക്കൂ കേട്ടോ. വിഷ്ണു സഹസ്രനാമം എടുത്തു വെച്ചോളൂ, അടുത്തെടുത്ത് വെച്ചോളൂ. വായിക്കാൻ അറിയാത്തവർക്ക് കൂടെ വായിച്ച് ഓരോരോ വേർഡ്സ് ആയിട്ട് ഞാൻ വായിച്ചു തരാം. അപ്പൊ അത് കൂടെ വായിച്ചിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ കിട്ടൂ കേട്ടോ. ജഗത് പ്രഭും, ആരൊക്കെ വിഷ്ണു സഹസ്രനാമം എൻ്റെ കൂടെ വായിക്കുന്നു എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് തന്നാല്, കാരണം മോസ്റ്റ് ഓഫ് ദം ആളുകൾക്ക് അറിയാം, ഒരുപാട് പേർക്ക് അറിയാം വിഷ്ണു സഹസ്രനാമം. എങ്കിലും വായിക്കാൻ അറിയാത്തവരുണ്ടാവും. അതൊന്നും സാരമില്ല, ആരും പൂർണ്ണരൊന്നും അല്ലല്ലോ. നമ്മൾ ആരും ജനിച്ചപ്പോഴേ വലിയ അറിവോടുകൂടി ജനിച്ച ആൾക്കാരൊന്നും അല്ല. എല്ലാവരും ഒരുപോലെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട. വായിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വായിക്കുന്നു അല്ലെങ്കിൽ യെസ് എന്ന് എന്തെങ്കിലും പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാനൊന്ന് നിർത്തി വായിച്ചു പോയാൽ കൂട്ടത്തിൽ വായിക്കാൻ എളുപ്പമുണ്ടാവും. അറിയാവുന്നവര് ഞാൻ സ്പീഡ് കുറച്ച് വായിക്കുമ്പോൾ ഒന്ന് അതിനോട് പൊരുത്തപ്പെടുക. അറിയാത്തവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആരൊക്കെ വായിക്കുന്നുണ്ട് വിഷ്ണു സഹസ്രനാമം ഞാൻ ഇവിടെ വായിക്കുന്നതിനോടൊപ്പം? യെസ്, പ്രസന്നാമ്മ, വിനോദ് പ്രഭു, സിന്ധു മാതാജി. കിളി ഒച്ച വെക്കുന്നുണ്ടോ? ക്ലാസ് കേട്ടിട്ട് അച്ചോടാ. ആ കിളിയുടെ പാദങ്ങളിൽ നമസ്കാരം. ഏതോ പുണ്യജന്മമാണത്. സൗമ്യ മാതാജി, ഒത്തിരി പേര് വായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പതുക്കെ സ്പീഡ് കുറച്ച് വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കിട്ടും കേട്ടോ. ജഗത് പ്രഭും ദേവദേവമനന്തം. സാരല്ലേ പ്രീത മാതാജി. ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവ നാമ സഹസ്രേണ. സാരല്ലേ അശ്വതി മാതാജി. സ്റ്റൊമക് പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും വയറുവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കൂ. നാളെ ക്ലാസ് കേട്ടാലും മതി കേട്ടോ. പിന്നെ വയ്യായിക മാറിയിട്ട് കേട്ടാലും മതി കേട്ടാ. കാണാതെ അറിയാം കൃഷ്ണ പ്രഭുവിന്. ഹരേ കൃഷ്ണ. സ്തുവ നാമ സഹസ്രേണ പുരുഷ. ഷ കഴിഞ്ഞിട്ട് 2 കുത്തുണ്ട്, അത് ഹ എന്നാണ് വായിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ വായിച്ചു പോകുമ്പോൾ പുരുഷഹ എന്ന് വേണമെങ്കിലും വായിക്കാം, പുരുഷ എന്ന് വായിച്ചു പോയാലും കുഴപ്പമില്ല. ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവ നാമ സഹസ്രേണ പുരുഷഃ സദതോത്തിധ. ആ കിളി കൃഷ്ണ എന്ന് പറയും, പൊളിച്ച്. സ്തുവ നാമ സഹസ്രേണ പുരുഷ സദതോത്തിധ. കിട്ടിയില്ലേ? ആ ലൈൻ വായിക്കാൻ പറ്റിയില്ലേ? സൂപ്പർ മനീഷ മോളെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജഗത് പ്രഭു, ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം, ലോകത്തിന്റെ പ്രഭു തന്നെയാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഈ ജഗത്തിന്റെ എല്ലാം നാഥനായിരിക്കുന്ന, ദേവന്മാരുടെ എല്ലാം മുകളിലായിരിക്കുന്ന അനന്തം, ദേവദേവം അനന്തം എന്നാണ് പറയുന്നത് അല്ലെ. ജഗത് പ്രഭു എന്ന് പറഞ്ഞാൽ, ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകം, ലോകത്തിന്റെ നാഥനായിരിക്കുന്ന, ദേവദേവം അനന്തം, ദേവകൾക്കെല്ലാം മുകളിലായിരിക്കുന്ന, ദേവന്മാർക്കെല്ലാത്തിനെയും എല്ലാ ദേവന്മാരുടെയും മുകളിലായിരിക്കുന്ന, പിന്നെന്താ? പുരുഷോത്തമം, ഉപരിയായിരിക്കുന്ന ഈശ്വരൻ, അതായത് ഫുള്ളും എല്ലാ ദേവന്മാരുടെയും മുകളിലായിരിക്കുന്ന ഈശ്വരനും അത്യന്തവിഹീനനും ആയ പുരുഷോത്തമനെ, അതായത് ഭഗവാനെ കീർത്തനം ചെയ്യുന്നതിൽ, എപ്പോഴും സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തനം ചെയ്യുന്ന പുരുഷൻ സകല ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്നു എന്നാ പറയുന്നത്. ഈ ലോകത്തിന്റെ എല്ലാം നാഥനായിരിക്കുന്ന, എല്ലാ ദേവന്മാർക്കും മുകളിലായിരിക്കുന്ന ആ പുരുഷോത്തമനെ, ഭഗവാനെ സഹസ്രനാമം കൊണ്ട്
കീർത്തനം ചെയ്യുന്ന വ്യക്തി ആരാണോ അവർക്ക് എല്ലാ ദുഃഖങ്ങളിലും നിന്ന് മോചനം ലഭിക്കുമെന്നാണ് നമ്മൾ ഇപ്പൊ പഠിച്ചതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഭീഷ്മര് പറയുന്ന മൂന്നാമത്തെ ഈ ഒരു ശ്ലോകത്തിൽ കാണുന്ന സർവ ദുഃഖാദിഗോ ഭവേത്, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സർവ ദുഃഖാദിഗോ ഭവേത്. ആ ഒരു ഫലം എല്ലാം ഈ സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോഴും ലഭിക്കും. സർവ്വ ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന പറയുന്നത്. ഓക്കെ, പരബ്രഹ്മം സൃഷ്ടികർത്താവായതിനാലും, അതായത് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരാണ്? സൃഷ്ടികർത്താവാണ്. സമസ്തതിനെയും സൃഷ്ടിച്ചിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. സ്ഥിതിയുടെയും സ്ഥിതി ചെയ്യിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ, ലയനത്തിന്റെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതും എല്ലാത്തിലേക്കും ഇറങ്ങി ചെല്ലുന്നതും എല്ലാം ഭഗവാൻ തന്നെ. അധിപനായാലും ശരി, എല്ലാത്തിന്റെയും ഉടമ ആരാണ്? ഭഗവാൻ തന്നെ. ജഗത്തിന്റെ പ്രഭുവാകുന്നു. സമസ്തവും ചെയ്യുന്നത്, എല്ലാത്തിലും ഒളിഞ്ഞിരിക്കുന്നതും എല്ലാത്തിലും പുറത്തിരിക്കുന്നതും എല്ലാം നടത്തുന്നതും എല്ലാം സൃഷ്ടിക്കുന്നതും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതും എല്ലാം നിലനിർത്തുന്നതും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. എപ്പോഴും ഈ ലോകത്തില് പുതിയ പുതിയ ഭാവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെ? പുതിയ പുതിയ ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഈ സമയത്തും ലോകത്ത് ഒരുപാട് ജനനങ്ങളുണ്ട്. അത് മനുഷ്യര് മാത്രമല്ല, കടലിനുള്ളിലെ മീനുകൾ പലരും പല മീന് അങ്ങനെയുള്ള കുറെ ജീവജാലങ്ങളുണ്ട്, അതൊക്കെ ജനിക്കുന്നു. ഈ ഭൂമിയിൽ പല പല ജീവജാലങ്ങൾ ജനിക്കുന്നു. അതേസമയം പലതും മരിച്ചും പോകുന്നുണ്ട് ഈ സമയം. അപ്പോൾ ലോകത്തിൽ ഇങ്ങനെ പുതിയ പുതിയ ഭാവങ്ങൾ ഉണ്ടായിക്കൊണ്ടും ചിലവയെല്ലാം നശിച്ചുകൊണ്ടും ഇങ്ങനെ നടക്കുകയാണ് ഈ ലോകം, അല്ലെ? അപ്പൊ അത്രയും വലിയൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആധുനിക ശാസ്ത്രജ്ഞർമാരും എന്താണ് ഇപ്പൊ ഈ പുരാതന തത്വം ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തിയ ആളുകൾ പോലും ഇപ്പം നമ്മുടെ സനാതന ധർമ്മത്തെയും നമ്മുടെ പുരാണങ്ങളെ എല്ലാം ശരിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നിരവധി ഛായാപഥങ്ങൾ ഉണ്ടെന്നും അവ വലുതായും ചിലവ രൂപഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ? ഒരാളെ പോലെ തന്നെ 7-8 പേരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതേപോലത്തെ ഒരു അവസ്ഥ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും, അല്ലെ? അതേപോലെ ഇരിക്കും കാണാനൊക്കെ ഓരോരുത്തർ. അപ്പോൾ പല പല എന്താ പറയാ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പല പല സാമ്യങ്ങൾ ഉണ്ടാവും. ഇതിന്റെ എല്ലാം പ്രഭു ആരാ? സാക്ഷാൽ ഭഗവാനാണ്. ഈ കാണുന്ന എല്ലാ മായയുടെയും എല്ലാ നന്മയുടെയും എല്ലാ തിന്മയുടെയും എല്ലാ ലയനത്തിന്റെയും സ്ഥിതിയുടെയും സൃഷ്ടിയുടെയും സംഹാരത്തിന്റെ എല്ലാത്തിന്റെയും പ്രഭു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഋഷീശ്വരന്മാർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഭീഷ്മ പിതാമഹൻ മഹാവിഷ്ണുവിനെ ഭഗവാനെ ജഗത് പ്രഭു എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ. ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവനാമ സഹസ്രേണ പുരുഷഃ സതതോതിതഃ എന്നാ പറയുന്നത്. എല്ലാത്തിൻ്റെയും അധിപനായിരിക്കുന്ന ആ മഹാത്മാവിനെ നമ്മൾ നമസ്കരിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടിയും കാരണഭൂതനാണ് ആര്? ഭഗവാൻ. ബ്രഹ്മദേവനും ഈ പറയുന്ന ദേവാദി ദേവന്മാർക്കും എല്ലാവർക്കും കാരണം ആരാണ്? ഭഗവാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? വെളുപ്പിനേന്നൊന്നുമില്ല. ഇന്ത്യയിൽ വെളുപ്പിനെയാണെങ്കിൽ അമേരിക്കയിൽ വേറെ സമയമല്ലേ? അപ്പൊ ഏത് സമയത്തും വായിക്കാം. ഭഗവാനെ നമുക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഇന്ന സമയമൊന്നുമില്ല. സമസ്ത നേരത്തിലും സമസ്ത കാര്യത്തിലും സമസ്ത കാലത്തിലും ഭഗവാനുണ്ട്. നമ്മളുടെ മനസ്സ് ശരിയായിട്ട് ഒരു ഏകാഗ്രതയോടുകൂടി വായിച്ചാൽ മതി. ഏത് സമയത്തും ഭഗവാനെ ആരാധിക്കാം. അതിലൊന്നും ഭഗവാൻ ഒരു പണക്കമില്ല കേട്ടോ. അപ്പോ ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടി കാരണഭൂതനായതിനാലും അവർക്കെല്ലാം ശാസനകൾ നൽകുന്നതിനാലും അവരെല്ലാം യാതൊരുവനെ ഭയപ്പെട്ട് തങ്ങളുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനാലും മഹാവിഷ്ണു ദേവദേവൻ തന്നെയാണ്. മനസ്സിലായേ? കാലചക്രം പോലും ആർക്ക് ഭയപ്പെട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഭഗവാന് ഭയപ്പെട്ടിട്ട്. ബ്രഹ്മാദി ദേവതകൾ പോലും ഉണ്ടാവാൻ കാരണം ആരാണ്? ഭഗവാനാണ്. ഇവരെല്ലാം ആരുടെ വാക്കാ കേൾക്കുന്നത്? ഭഗവാന്റെ വാക്കാ കേൾക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ മഹാവിഷ്ണു തന്നെയാണ് ആര്? ദേവദേവൻ. ദേവാദി ദേവൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭൂതാദിയും കാലസ്വരൂപനും കാലത്തിന്റെ നിയന്താവുമായതിനാൽ അത്യന്ത വിഹീനനാണ് പരമാത്മാവ്. മനസ്സിലായി? എല്ലാത്തിൻ്റെയും എന്താണ്? എല്ലാത്തിൻ്റെയും മുകളിലാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്ന സത്യം. അതിനാലാണ് ഭഗവാനെ അനന്തമനന്തം എന്ന് പറയുന്നത്. അനന്തമാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും മുകളിലാണ്, ഫുൾ വ്യാപിച്ചിരിക്കുകയാണ് ഭഗവാൻ. അനന്തദേവനാണ്. നമുക്കൊരു വാക്കുകൊണ്ടോ ഒരു സഹസ്രനാമത്തിലൂടെയോ ഒന്നും ഭഗവാനെ നമുക്ക് പൂർണ്ണതയിൽ പറഞ്ഞു ഒപ്പിക്കാൻ കഴിയില്ല. അത്രയും മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിവിടെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. എന്താണ്? യസ്മാക്ഷരമധീതോഹ മക്ഷാരാധാഭിചോത്തമ അധോസ്മി ലോകേ വേദേച പ്രതിദാ പുരുഷോത്തമ എന്ന് പറയുന്നുണ്ട്. ഞാൻ ക്ഷരമായവയെ, ക്ഷരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നതിനെ എല്ലാം അതിക്രമിച്ചിരിക്കുന്നു.
ഭഗവാൻ എല്ലാം നാശത്തിന്റെയും, അതായത് നാശം സംഭവിക്കുന്നതിന്റെയും പുതിയതായിട്ട് ഉണ്ടാവുന്നതിന്റെ എല്ലാം മുകളിലാണ് ഭഗവാൻ. നമ്മൾക്കാണ് ജനനവും മരണവും ഒക്കെ സന്തോഷവും ദുഃഖവും ഒക്കെ തരുന്നത്. ഇതിനെല്ലാം മറികടന്ന ഒരാളാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. മാത്രമല്ല അക്ഷരങ്ങളെയും അതിക്രമിച്ചിട്ട്, അക്ഷരങ്ങൾ എപ്പോഴും എന്താണ്? സ്ഥിരതയുള്ളതാണ്. ഇപ്പൊ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, യുഗങ്ങൾക്ക് മുമ്പേ എഴുതിയ താളിയോലകളും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലെ? അതൊക്കെ ഇന്നും നശിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പോ നാശമില്ലാത്ത അക്ഷരങ്ങൾക്കും മുകളിലാണ് ആര്? ഭഗവാൻ. ആ അക്ഷരങ്ങളെയും അതിക്രമിച്ചിട്ട് ശാശ്വതനായി ഇരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, ച്യുതി എന്ന് പറഞ്ഞാൽ നാശം, നാശമില്ലാത്തത് കൊണ്ട് ഭഗവാനെ നമ്മൾ അച്യുത എന്ന് വിളിക്കുന്നു. അക്ഷരങ്ങൾക്കും മുകളിൽ ശാശ്വതമായി ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ പുരുഷോത്തമ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഭീഷ്മർ പറയാൻ പോകുന്ന സഹസ്രനാമം കൊണ്ട് വേണ്ട മാതിരി, അതായത് യുക്തമായി സ്തുതിച്ചാൽ എല്ലാ ദുഃഖങ്ങളിലും നിന്ന് നമ്മൾക്ക് മാറാൻ സാധിക്കും. ഇതോ രമണ പ്രഭു അർത്ഥം പഠിക്കൂ. അപ്പൊ ഭീഷ്മർ ഇവിടെ, ഭീഷ്മ പിതാമഹൻ പറയാൻ പോകുന്ന ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, വിഷ്ണു സഹസ്രനാമം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ യുക്തമായി സ്തുതിച്ചാൽ, യുക്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ഇങ്ങനെ വായിച്ചു പോകാൻ പാടില്ല. ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സുവർനാമ സഹസ്രേണ അക്ഷുഷ, അങ്ങനെ വായിച്ചു പോവരുത്. നമ്മൾ ആ അർത്ഥം ജഗത് പ്രഭും എന്ന് ആ അർത്ഥം നമ്മൾ ഫീൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു നല്ല ജ്യൂസ് കഴിക്കുമ്പോൾ ഗളുകളെന്ന് പറഞ്ഞ് നമ്മൾ കുടിച്ചു തീർക്കൂല. എന്താ ചെയ്യാ? അത് ആസ്വദിച്ച് നമ്മൾ രസിച്ച് കഴിക്കും അല്ലെ? രസിച്ച് കുടിക്കും നമ്മൾ ആ ജ്യൂസ് ആയാലും ഭക്ഷണം. അപ്പൊ അതേപോലെ സഹസ്രനാമങ്ങൾ നമ്മൾ ആസ്വദിച്ച് രസിച്ച് ആ അനുഭൂതി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാരായണം ചെയ്യണം. അപ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്, അടിസ്ഥാനമുള്ളത്. വെറുതെ വായിച്ചു പോവാൻ പാടില്ല കേട്ടോ. അപ്പൊ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിരുത്തി വായിക്കുക. ജഗത് പ്രഭും, അപ്പൊ നമ്മൾ കാണണം ഭഗവാൻ വിശ്വരൂപത്തിലിരിക്കുന്ന ആ ഒരു ഫീല് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. ദേവദേവമനന്തം, അതായത് ദേവന്മാരുടെ എല്ലാം മുകളിലിരിക്കുന്ന ആ ഭഗവാൻ പുരുഷോത്തമം. സ്തുവനാമ സഹസ്രേണ, ഈ ഒരു സഹസ്രനാമം കൊണ്ട് നമ്മൾ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ പുരുഷാസധോധിത, അങ്ങനെ നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ ഇത്രയും സ്ലോ ആയിട്ടല്ലെങ്കിൽ കൂടി അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സഹസ്രനാമം നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഇവിടെ പറയുന്നത് എന്ത്? ഭീഷ്മർ പറയാൻ പോകുന്ന സഹസ്രനാമം കൊണ്ട് വേണ്ട മാതിരി, അതായത് യുക്തമായി സ്തുതിച്ചാൽ എല്ലാ ദുഃഖങ്ങളിലും നിന്ന് നമുക്ക് വിമുക്തമാവാൻ സാധിക്കുമെന്നാ പറയുന്നത്. പിന്നെന്താ അടുത്ത ലൈന്? തമേവ, അടുത്ത ലൈൻ ശ്രദ്ധിച്ചു കേൾക്കൂ. തമേവ ചാർച്ചയൻ നിത്യം, തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം, പുരുഷമവ്യയം ധ്യായൻ സ്തുവ നമസ്യഞ്ച, സ്തുവ നമസ്യഞ്ച യജമാനസ്തമേവച, യജമാനസ്തമേവച തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവ നമസ്സ. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്നതോടെ എനിക്കും സ്പീഡ് പറഞ്ഞുകൂടെ. സ്തുവ നമസ്സഞ്ച യജമാനസ്തമേവച എന്ന് എടുത്തെടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവ്യനായിരിക്കുന്ന ആ പുരുഷനെ, അതായത് തമേവ ചാർച്ചയൻ നിത്യം, അവ്യനായിരിക്കുന്ന ആ പുരുഷനെ, പുരുഷൻ എന്ന് പറയുന്നത് ഇവിടെ ഭഗവാനെയാണ്. അപ്പൊ ആ ഭഗവാനെ നിത്യവും പൂജിക്കുകയും ഭക്തിയോടുകൂടി ധ്യാനിക്കുകയും സഹസ്രനാമം കൊണ്ട് നമ്മൾ ആ ഭഗവാനെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ അതിന്റെ ഫലമായിട്ട് ആരാണോ സഹസ്രനാമം കൊണ്ടൊക്കെ നിത്യവും ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്, ആ പൂജിക്കുന്ന വ്യക്തിക്ക് സകല ദുഃഖങ്ങളിലും നിന്ന് മോചനം നൽകുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സകല ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അജയൻ എന്നതുകൊണ്ട് പറയുന്നത് എന്താണ്? ബാഹ്യവും ആന്തരവുമായ അർച്ചനയാണ് അജയൻ എന്ന് പറയുന്നത്. ആ ജ അല്ല കേട്ടോ, ജനലിന്റെ ജ അല്ല, അജയൻ ച ആണ്. ചീരയുടെ ച, ഇരട്ടിച്ച ച. പടം, ബിംബം, അതായത് നമ്മളെ ഫോട്ടോ, ഭഗവാന്റെ ഫോട്ടോ, ബിംബം, ഇവയിലല്ലെങ്കിൽ ജ്വലിക്കുന്ന ദീപത്തിൽ, നമ്മളൊരു ദീപം വെച്ചിട്ട് ആ ദീപത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ ആവാഹിക്കുക. അതായത് അതിപ്പോ നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യമാണ്, ഞാൻ പറയാണ്, ഇവിടെ പറയുന്ന കാര്യം പറയണേ.
ആവാഹിച്ച് ഷോഡശോപചാര പൂജകളെല്ലാം നൽകിക്കൊണ്ട് സഹസ്രനാമങ്ങൾ കൊണ്ട് അർച്ചിക്കുകയോ ഒന്നും വേണ്ട. നമ്മള് ദീപത്തിന്റെ ചോട്ടില് സഹസ്രനാമത്തിന്റെ ഓരോ ലൈൻ വായിച്ചിട്ട് ഓരോ തുളസിയില സമർപ്പിക്കാന്ന് വെച്ചോ. ആ ദീപത്തിന്റെ ചോട്ടില് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഭഗവാന്റെ ഫോട്ടോയോ ഭഗവാന്റെ വിഗ്രഹമോ വെച്ചിട്ട് നമ്മൾ അങ്ങനെ സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഈ സഹസ്രനാമം കൊണ്ട് അർച്ചിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കണം. ഇപ്പൊ ഇതൊന്നും സാധിക്കില്ല എന്ന് വെച്ചോ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഭഗവാനെ പ്രതിഷ്ഠിക്കാം. ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ തൃപ്പാധാര വിന്ദങ്ങൾ ഇങ്ങനെ കണ്ണുകൾ അടച്ച് നമ്മൾ ദർശിക്കുകയാണെങ്കിൽ പോലും അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായത്? അവ്യയനായിരിക്കുന്ന പുരുഷൻ എന്നാൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ശാശ്വതമായിട്ട് വലിയവനെന്നോ ചെറിയവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നിലും വ്യത്യാസം കാണാതെ ശാശ്വതനായിട്ട് നാശമില്ലാതെ ഇരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അവ്യയനായിരിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അർത്ഥം. ഓക്കെ, ഭഗവാന് നാശവും ഇല്ല, യാതൊന്നിലും വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ ഇനി ഒരിക്കലും പറയരുത് ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നെ അനുഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. എല്ലാവരുടെ പ്രാർത്ഥനയും കേൾക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഭഗവാൻ സമയം തെറ്റാതെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. മനസ്സിലായോ? അപ്പോ ഇവിടെ ശാശ്വതനായിട്ട് യാതൊരു നാശവും ഇല്ലാതെ എല്ലാം ഉചിതമായ സമയത്ത് ഭഗവാൻ നമ്മളിലേക്ക് എത്തും. ഓക്കെ, അപ്പോ ജനനമുള്ളവയ്ക്കെല്ലാം വളർച്ചയുണ്ട് അല്ലെ? ആരൊക്കെ ജനിച്ചോ അവർക്കെല്ലാം നമ്മളെല്ലാവരും വളരുന്നുണ്ട്. അതുപോലെ തേയ്മാനം സംഭവിക്കുന്നുണ്ട് നമ്മൾക്കെല്ലാം. നമ്മള് കുറെ ഒരു 5 വർഷം മുമ്പേ ഉണ്ടായിരുന്ന സ്മാർട്ട്നെസ് ഒന്നും നമുക്ക് ചിലപ്പോൾ ഇപ്പൊ ഉണ്ടാവില്ല. ഓടാനും ചാടാനൊക്കെ ഇച്ചിരി കാലുവേദനയും കൈവേദനയും ഒക്കെ ഉണ്ടാവും. കുഞ്ഞുനാളിൽ ഉണ്ടായ ആ സ്മാർട്ട്നെസ് ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾക്ക് കുറച്ച് പ്രായം കൊണ്ട് നമുക്ക് ഓരോരോ ഭാഗങ്ങൾ നമുക്ക് തന്നെ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള തേയ്മാനം സംഭവിക്കുന്നുണ്ട്. നാശം വരെ നമുക്ക് സംഭവിക്കും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നശിച്ചു പോകും, നമ്മളെല്ലാവരും മരിച്ചു പോകും. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പുരുഷോത്തമന് യാതൊരു മാറ്റവും ഇല്ല. ഭഗവാന് ജനനവും ഇല്ല, മരണവും ഇല്ല, തേയ്മാനവും ഇല്ല, നാശവും ഇല്ല, ഒന്നുമില്ല. അവ്യനാണ് ആ ദേവൻ. ഒരിക്കലും ആ ഭഗവാൻ ഇല്ലാതെ ആകുന്നില്ല. ധ്യായൻ, സ്തുവൻ, സമസ്യൻ എന്നീ പദങ്ങൾ മാനസികവും വാചികവും കായികവും എന്നീ പൂജകളെ കുറിക്കുന്നു. അത് നമ്മൾ അതിലേക്ക് അധികം പോകണ്ട, അതൊക്കെ പൂജാവിധികളിൽ ഉള്ളതാണ്. ശ്രുതി, സ്മൃതി എന്നീ പുരാണങ്ങളിലൊക്കെ ഈ പ്രമാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ചെയ്തരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഭഗവാൻ ഒരിക്കലും നാശവും ഇല്ല, ഭഗവാൻ ഒരിക്കലും തേയ്മാനവും ഇല്ല, ഭഗവാൻ ഒരിക്കലും ആരെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അതിന്റെ അടുത്ത ലൈനിലേക്ക് പോകുന്നു. അടുത്ത ലൈൻ കേൾക്ക. അനാദിനിധനം, ഒപ്പം വായിച്ചോളൂ കേട്ടോ. അനാദിനിധനം വിഷ്ണു സർവ ലോക മഹേശ്വരം. അനാദിനിധനം വിഷ്ണു സർവലോക മഹേശ്വരം. ലോകാധ്യക്ഷം സ്തുവനിത്യം. ലോകാധ്യക്ഷം സ്തുവനിത്യം. സർവ ദുഃഖാധികോ ഭവേത്. സർവ ദുഃഖാധികോ ഭവേത്. ലോകാനാഥം മഹദ്ഭൂതം സർവഭൂത ഭവോദ്ഭവം. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ലൈൻസ് നിങ്ങൾക്ക് വായിച്ച് നിർത്തി വായിച്ചു തന്നിട്ട് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്? അതൊന്ന് റിപ്ലൈ തരൂ. വിഷ്ണു സഹസ്രനാമം വായിക്കാൻ അറിയാത്ത ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്? ഇതുവരെ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ അറിയില്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ലൈൻസ് വായിച്ചു തന്നപ്പോ കുറച്ച് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നവർ ആരൊക്കെയാണെന്ന് യെസ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടേ. അയ്യോ, ഇവിടെ എന്താ പൊടിയുണ്ട്? ഇവിടെ ഉണ്ട്, ചെറിയൊരു പൊടി അടിച്ചാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറിൽ പോട്ടെ. ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്? ഒന്ന് യെസ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യൂ, നോക്കട്ടെ. ആർക്കും യൂസ് ആവുന്നില്ല ഇങ്ങനെ നിർത്തി ലൈൻസ് വായിച്ചു തന്നിട്ട്? വിജയലത മാതാജി യൂസ് ആവുന്നുണ്ട് അല്ലേ? അതാ ഞാനിങ്ങനെ നിർത്തി വായിച്ചിരുന്നത്. വെട്രിവേൽ ശാന്ത മാതാജി. അപ്പോ അനാദിനിധനം വിഷ്ണു സർവലോക മഹേശ്വരം ലോകാധ്യക്ഷം സ്തുവനിത്യം സർവദുഃഖാധികോ ഭവേത്. ഈ 2 ലൈൻ വായിക്കാൻ പഠിച്ചില്ലേ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യന്തവിഹീനനും വ്യാപനശീലനും എല്ലാ ലോകങ്ങളിലും അത്യുന്നതനും
ആയിരിക്കുന്ന, എല്ലാ ലോകങ്ങളിലും അത്യുന്നതൻ, എല്ലാത്തിൻ്റെയും മുകളിലുമായിരിക്കുന്ന ഈശ്വരനും ഭഗവാനും ലോകങ്ങളിലെ എല്ലാ കാര്യങ്ങളും നേരിൽ കാണുന്നവനുമായിരിക്കുന്ന ഭഗവാനെ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നേരിൽ കാണുന്നവനുമായിരിക്കുന്ന ഭഗവാനെ നിത്യവും സ്തുതിച്ചാൽ എല്ലാ ദുഃഖങ്ങളിലും നിന്ന് തരണം ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ എല്ലാത്തിൻ്റെയും മുകളിൽ ഇരിക്കുന്ന, എല്ലായിടത്തും ഇരിക്കുന്ന ഈ ഭഗവാനെ നിത്യവും സ്തുതിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. അതിന് നമ്മൾ ജപിക്കാനും സ്തുതിക്കാനും ഉപയോഗിക്കേണ്ടത് വിഷ്ണു സഹസ്രനാമമാണ്. ഓക്കെ. അനാദിനിധനം എന്നതിന് നമ്മളിവിടെ പഠിച്ചല്ലോ, അനാദിനിധനം വിഷ്ണു സർവലോക മഹേശ്വരം. അതായത് അനാദിനിധനം എന്നതിന് ആദിയും നിധനനും ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. ആദിയുമില്ല, അന്തവുമില്ല ഭഗവാന്, തുടക്കോ ഇല്ല, ഒടുക്കോ ഇല്ല. ജനനം, സ്ഥിതി, വർധനം, മാറ്റം, ക്ഷയം, നാശം, ഇങ്ങനെയുള്ള ആദ്യഭാവ വികാരങ്ങൾ ഒന്നും തന്നെ ആർക്കില്ല? ഭഗവാനില്ല. പക്ഷെ ജന്തുക്കളായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ജനനമുണ്ട്, സ്ഥിതിയുണ്ട്, നാശമുണ്ട്, തേയ്മാനമുണ്ട്. പക്ഷെ ഇതൊന്നും ഭഗവാനില്ല, നമുക്കുണ്ട്. ഭഗവാൻ ആരാണ്? അജനനാണ്, ശാശ്വതനാണ്. അതുകൊണ്ട് ഭഗവാന് ജനനവും ഇല്ല, മരണവും ഇല്ല. ഭഗവാൻ എന്നെന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. യോഗ സാധനയിൽ വരുന്ന തടസ്സങ്ങളെ നിധനം എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഇതെല്ലാം ജപിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം വയ്യാണ്ടാവും, ചിലപ്പം വയ്യ, നമുക്ക് ഇന്ന് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു മടി വരും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ വരും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ യോഗ സാധനയിൽ, ഈ ഭക്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെ നമ്മൾ നിധനം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ആ നിധനം എന്ന വാക്ക് ഓർത്തു വെക്കുക. ആദി എന്നത് അക്ഷരസംഖ്യയായി എടുത്താൽ ആ എന്നാൽ 0, ദി എന്നാൽ 8 എന്ന് വരുന്നതിനാൽ ആദി എന്നാൽ 80. ഈ 80 തടസ്സങ്ങളും ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. ഒന്നുകൂടി കേട്ടോളൂ. ആദി എന്നത് ഒരു അക്ഷരസംഖ്യയായിട്ട് എടുത്തു എന്ന് വെച്ചോ. ആ എന്നാൽ 0, ദി എന്നാൽ 8. അപ്പോൾ 8 എന്നുള്ള 80 തടസ്സങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ 80 തടസ്സങ്ങളും എന്താണ്? ഭഗവാന് വരുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? 10 അന്തരായങ്ങൾ, 6 ഉപസ്ഥലങ്ങൾ, 64 സിദ്ധികൾ എന്നിവയാണ് ഈ തടസ്സങ്ങൾ. അപ്പൊ നമുക്ക് ഇത്രയും സിദ്ധികളില്ല, ഇത്രയും കാര്യങ്ങളില്ല. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ട് അല്ലേ? നമുക്ക് എല്ലാ സിദ്ധികളും ഉള്ള ആൾക്കാരാണോ നമ്മൾ? ഒന്നുമല്ല. അപ്പൊ കുറച്ച് ആളുകൾക്ക് കുറച്ച് സിദ്ധി ഉണ്ടാവും, കുറച്ച് ആളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാം മുകളിലാണ് ഭഗവാൻ. സമസ്ത സിദ്ധികളും ഉള്ള ഒരാളാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എത്ര മനോഹരമാണ്, എത്ര വലുതാണ്. ആ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ടാണ് ഈ കാണുന്ന ജനങ്ങളെല്ലാം പല പല കോപ്രായങ്ങളും പല പല പരാതികളും പറയുന്നത്. ആലോചിച്ച് നോക്ക്. ഇതൊരു പരാതിയും പറയണ്ട. കാരണം എന്താ? സർവവും കാണാനും അറിയാനും ഭഗവാന് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതും നമുക്കുള്ളതും ഇല്ലാത്തതും എല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭഗവാനെ നമ്മൾ എങ്ങനെ സ്മരിക്കണം? നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ സമർപ്പണത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ തൃപ്പാധാര വിന്ദങ്ങളിൽ സഹസ്രനാമങ്ങളോടുകൂടി അർച്ചന ചെയ്യണം. ആലസ്യം, വ്യാധി, പ്രമാദം, സംശയം, മനചഞ്ചലത, അശ്രദ്ധ, ഭ്രാന്തി, ദുഃഖം, ഇങ്ങനെയുള്ള 8 അന്തരായങ്ങളെ വൈരാഗ്യം കൊണ്ട് സാധകൻ ഇല്ലാതാക്കുമ്പോൾ ജ്ഞാനം വർദ്ധിച്ച് അവ സിദ്ധിയാണോ എന്ന് പോലും തോന്നും. അവയും തടസ്സങ്ങളാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മള് ആലസ്യം. ഇപ്പൊ ചില ആളുകൾ പറയും, ഓ എന്നും പ്രാർത്ഥിക്കണ്ട, ഇന്ന് വയ്യ, തീരെ വയ്യ, നാളെ ആട്ടെ. ഇത് ഒരു തരം മടിയാണ്, നമ്മളിൽ വരുന്ന ഒരു ആലസ്യ മനോഭാവമാണ്. വ്യാധി, നമുക്ക് ചിലപ്പോൾ അസുഖങ്ങൾ വരാൻ, വയ്യാണ്ട് കിടന്നു. പ്രമാദം, സംശയം, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് യാതൊന്നും കിട്ടുന്നില്ല എന്നുള്ള സംശയം. മനചഞ്ചലത, ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ, ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണം, ഇങ്ങനെ മനസ്സിന്റെ മാറ്റങ്ങള്. അശ്രദ്ധ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. ഭ്രാന്തി, ഭ്രാന്തി എന്ന് പറയുമ്പോൾ വട്ട് എന്നല്ല അർത്ഥം. നമുക്കൊരു വെപ്രാളം വരും മനസ്സിന് ചില സമയത്ത്. അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാമോ, ഓ ഇപ്പൊ തന്നെ ചെയ്യണം, ഇങ്ങനെ ഒരു വെപ്രാള സ്വഭാവം ചില ആളുകൾക്കുണ്ട്. അത് ദുഃഖം, എന്തെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്നൊരു ദുഃഖം. ഇങ്ങനെ 8 കാര്യങ്ങൾ എല്ലാവരിലും ഉണ്ട്. ഒന്നൊന്നല്ലെങ്കിലും 8 കാര്യങ്ങൾ പൊതുവെ ഏതെങ്കിലും തരത്തിലൊക്കെ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവും.
അപ്പൊ ഇതിനെല്ലാം സാധകൻ വൈരാഗ്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇല്ലാതാക്കുന്നത്. എന്താ വൈരാഗ്യം? വെറുപ്പാണോ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? ഒരിക്കലല്ല. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമുക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന ഒരു മനോഭാവം. ഇതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലേലും കുഴപ്പമില്ല, എനിക്ക് ഭഗവാനെ മതി എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ ഈ ഒരു വൈരാഗ്യം നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. നമുക്ക് പരാതികൾ ഉണ്ടാവുമ്പോഴാണ് ദുഃഖങ്ങൾ വരുന്നത്. പരാതികൾ ഉണ്ടാവുന്ന എപ്പോഴാ? ആവശ്യങ്ങൾ നിറവേറാതിരിക്കുമ്പോൾ. ആവശ്യങ്ങൾ ഇല്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഇപ്പൊ ഈ പരാതികൾ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ദുഃഖങ്ങളും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജ്ഞാനദൃഷ്ടി, ത്രിലോകജ്ഞാനം, സൂക്ഷ്മവും മഹത്വവുമായിരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുക, സൂക്ഷ്മമായിരിക്കുന്ന സ്പർശനം ലഭിക്കുക, ദേവസ്വരൂപങ്ങൾ ദർശിക്കുക, അമൃതതുല്യമായിരിക്കുന്ന സ്വാദ് അനുഭവിക്കുക, ദിവ്യമായിരിക്കുന്ന വാസനകൾ അനുഭവിക്കുക, ഇവയെല്ലാം സാധകന് സിദ്ധിക്കുമ്പോൾ ഇവയാണ് ലഭിക്കേണ്ടത് എന്ന് വിചാരിച്ച് നിർത്താൻ തോന്നും. ഇവ നാഴികക്കല്ലുകൾ മാത്രമാണ്, ഇവയെ തരണം ചെയ്യേണ്ടതാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കുറേ ജപിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ജ്ഞാനദൃഷ്ടി ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ മഞ്ചരീസിലുള്ള പലരും എന്നോട് പറയാറുണ്ട്, മാതാജി എന്തെങ്കിലും കാര്യം നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കത് സ്വപ്നത്തിൽ അറിയാൻ സാധിക്കും, അല്ലെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയും, അയ്യോ ഇത് നടക്കാൻ പോകണു, അല്ലെ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഇതൊരു ജ്ഞാനദൃഷ്ടിയാണ്. ഇത് എപ്പോഴാണ് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചും ജപിച്ചും വരുമ്പോൾ നമ്മുടെ ആത്മീയ ഉന്നതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു അനുഗ്രഹം മാത്രമാണിത്. അത് വിരക്തി. അത് കിട്ടിയെന്ന് ഓർത്തിട്ട് ആരും ദൈവമാവാൻ പോകുന്നില്ല, നമ്മൾ ആരും പൂർണ്ണതയിലും എത്താൻ പോകുന്നില്ല. അവിടുന്ന് നമ്മൾ വീണ്ടും കോടാനുകോടി എന്താ പറയാ മൈല്, പ്രകാശവർഷം എന്നൊക്കെ വേണേ പറയാം. പ്രകാശവർഷം എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ ബഹിരാകാശത്തിന്റെ ഭാഷയിലൊക്കെ പറയുമ്പോൾ അത്രയൊക്കെ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. എവിടെ എത്തിയിട്ടില്ല നമ്മൾ ആരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ ചില ആളുകൾക്ക് ചെറിയ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കും, വളരെ മൈന്യൂട്ടായ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കും. ചിലർക്ക് സൂക്ഷ്മമായിരിക്കുന്ന ഒരു സ്പർശനം, ആരോ വന്ന് തൊട്ടതുപോലെ എന്നൊരു ഫീൽ, അല്ലെ ഇങ്ങനെ ആരോ ചെയ്തതുപോലത്തെ ഒരു ഫീല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യും, അവർക്ക് അങ്ങനെ തോന്നും. ഇനി ദേവസ്വരൂപങ്ങൾ ദർശിക്കാൻ സാധിക്കും, സ്വപ്നത്തിലാണേലും ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനി അമൃതതുല്യമായിരിക്കുന്ന ഒരു സ്വാദ് അനുഭവിക്കാൻ, ഇപ്പം പലരും പ്രസാദമൊക്കെ വെച്ച് നമ്മൾ സ്വീകരിക്കുമ്പം അവർക്ക് കിട്ടിയ ആ രുചിയായിരിക്കില്ല നമ്മൾക്ക്. അതൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ദിവ്യമായിരിക്കുന്ന വാസനകൾ, വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലൊക്കെ വരും നമുക്ക്, അയ്യോ എന്തൊരു ചന്ദനത്തിന്റെ മണം, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ നമുക്ക്, തോന്നലല്ല അത് ഫീൽ ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഇതെല്ലാം സാധകൻ, അതായത് ആരാണോ ഉപാസന ചെയ്യുന്നത് അവർക്ക് സാധിക്കുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടേണ്ട സിദ്ധി, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഞാനിപ്പോൾ വലിയ ആളായി, ദൈവത്തിന്റെ അടുത്ത ആളായി എന്നൊരു തോന്നൽ വന്നിട്ട് നമ്മുടെ വായനയും നമ്മുടെ ജപവും നമ്മുടെ സാധനയും ഒക്കെ നിർത്താൻ തോന്നും. ഇല്ലല്ലേ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാനെല്ലാം മനസ്സിലാക്കുന്നു, ഇനി എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ ചില വ്യക്തികൾക്ക് വരും. അത് തെറ്റാണെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ തരണം ചെയ്യണം. ഇങ്ങനെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഇതുകൊണ്ട് ഞാൻ വലിയ ആളായി, എന്നെ ആരെന്ത് ചെയ്താൽ അവർക്ക് ഈശ്വരനോട് കിട്ടും, ഞാനിതേ ശപിക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരും എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യണം. ഇതൊന്നും ഇതൊക്കെ കിട്ടിയെന്ന് ഓർത്തിട്ട് ഇതോടുകൂടി ഞാൻ ദൈവമായി എന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. മനസ്സിലായോ? പിന്നീട് പഞ്ചഭൂതങ്ങളെയും മനസ്സ്, അഹങ്കാരം, മഹത് എന്ന യോഗ നിലയങ്ങളെയും എല്ലാം തരണം ചെയ്യണം നമ്മൾ. ഓരോന്നും തരണം ചെയ്യുമ്പോൾ 8 സിദ്ധികൾ വീതം ലഭിക്കുന്നത് കൊണ്ട് 64 സിദ്ധികളും നമുക്ക് ലഭിക്കും. മനസ്സിലായോ? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും ആ കിട്ടുന്ന വ്യക്തി എന്ത് ചെയ്യണം? സിദ്ധികൾ ഓരോന്നായിട്ട് ഇനിയും കോടിക്കണക്കിന് സിദ്ധികൾ കിട്ടാനുണ്ട്. അപ്പൊ നമ്മളൊരു ചെറിയ അനുഗ്രഹം വരുമ്പോഴേക്ക് തന്നെ ഞാൻ ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു, അതോടുകൂടി എന്റെ ജീവിതം പൂർണ്ണമായി, ഒരിക്കലും പറയരുത്. ഞാൻ ഇത്രത്തോളം പുസ്തകം വായിച്ചു, ഇത്രത്തോളം ജപിച്ചു, ഞാൻ ഇത്ര വർഷമായി ജപിക്കുന്നു, എനിക്ക് എന്തെങ്കിലും വരുന്നതിനേക്കാളും മുന്നേ അറിയാം, എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായമില്ല, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്. നമ്മൾ അവിടുന്ന് കുറേ താഴേക്ക് വരണം. നമ്മൾ വീണ്ടും 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 ഡൗൺ ടു എർത്ത് എന്ന് പറയില്ലേ, ഭൂമിയോളം നമ്മൾ താഴേക്ക് വരണം. കാരണം എന്താ? ഇനിയും ഏറെ സിദ്ധികൾ, ഏറെ അനുഗ്രഹങ്ങൾ ഭഗവാൻ നൽകാനുണ്ട്. അങ്ങനെ കിട്ടി വരുമ്പോൾ നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഭഗവാനെ, ഞാൻ ആരുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊരു എത്രയോ താഴെ കിടക്കുന്നതാണ് എന്ന ഒരു നല്ല ബോധം വരും. അതാണ് യഥാർത്ഥ യോഗസിദ്ധി എന്ന് പറയുന്നത്. ഇവയെല്ലാം തരണം ചെയ്യേണ്ടതാണ് എന്ത്? ലളിത സഹസ്രനാമത്തിലൂടെയും
നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെയെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളെയെല്ലാം അനുഗ്രഹങ്ങളെയെല്ലാം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സിദ്ധികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിദ്ധികളെല്ലാം നമ്മൾ തരണം ചെയ്യണം. ഇതുപോരാ, ഇതിലൊന്നും ഞാൻ നിൽക്കില്ല, എനിക്ക് ഇതിലൊന്നും അഹങ്കരിക്കില്ല, എനിക്ക് ഇനിയും ഭഗവാനെ അറിയണം, ദേവിയെ അറിയണം എന്ന മനോഭാവത്തോടെ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? വിഷ്ണു പുരാണവും സാഖ്യകാരികയും ആസ്പദമായിട്ട് ലളിത സഹസ്രനാമത്തിൽ അടക്കം ഇത് പറയുന്നുണ്ട്. ഇവയൊന്നും ഇല്ലാത്തവനാണ് മഹാവിഷ്ണു. ഇങ്ങനെയുള്ള യോഗസിദ്ധികളെല്ലാം മറികടന്ന് വലിയ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഒരു ഭക്തനെ ഭഗവാൻ എത്തിക്കും. സഹസ്രനാമം എന്ന് പറയുന്ന ആ ഒരു സഹസ്രനാമ പൂജയിലൂടെ ഭഗവാൻ നമ്മളെ ഈ അവസ്ഥയിൽ നിന്നെല്ലാം മറികടന്ന് വേറെ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പറയുന്നത്. വിഷ്ണു ലോകാധ്യക്ഷ എന്നീ ഈ നാമങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പഠിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മണ്യം. അടുത്ത ലൈൻ വായിക്കൂട്ടാ. അതൊക്കെ കാണും ഭഗവാൻ വരുന്നേ. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം. ആ ലൈൻ ഒരുമിച്ച് വായിച്ചു പോവാം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം. കിട്ടിയില്ലേ? ലോകനാഥം മഹത്ഭൂതം സർവഭൂത ഭവോദ്ഭവം. സർവഭൂത ഭവോദ്ഭവം. അതായത് ഇനി ഒരുമിച്ച് വായിക്കാം രണ്ട് ലൈനും. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂത ഭവോദ്ഭവം. ആ ലൈൻ വായിക്കാൻ പഠിച്ചില്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പരമാത്മാവിന്റെ ഗുണങ്ങളെ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. മനസ്സിലായോ? നമ്മള് ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ഗുണങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്. അതിലെന്താ പറഞ്ഞത്? ബ്രഹ്മണ്യം. ആ ദേവൻ ബ്രഹ്മണ്യമാണ്. തപോ വേദാച വിപ്രാജ ജ്ഞാനം ച ബ്രഹ്മസംജ്ഞതം എന്ന ഒരു പ്രമാണം തന്നെയുണ്ട്. അതായത് തപസ്, വേദങ്ങള്, വേദജ്ഞരായിരിക്കുന്ന ബ്രാഹ്മണന്മാര്, ജ്ഞാനം, ഇതൊക്കെയാണ് ഈ ബ്രാഹ്മണ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. വായ നിറച്ചും ചീത്ത വാക്കുകളും പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി പൂണൂലിട്ടിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും കാര്യമില്ല. നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തി പൂണൂലിട്ടിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയാ, അവരെ കുറിച്ച് കുറ്റം പറയല്ലേ, അവരുടെ കാര്യങ്ങൾ അപഹരിച്ച് കയ്യിൽ വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ബ്രാഹ്മണനാന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ഈ കുളിക്കാതെയും പിടിക്കാതെയും ഭക്ഷണം എന്താ പറയുക, നോൺ വെജും കഴിച്ച് കുറെ വൃത്തിയില്ലാത്ത ജീവിത രീതി നയിച്ചിട്ട് ബ്രാഹ്മണനാന്ന് പറയുന്ന കാര്യമുണ്ടോ? ഇല്ല. ബ്രഹ്മണ്യത്തിന് വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന കുറെ തത്വങ്ങളുണ്ട്. അപ്പോ തപസ്, വേദങ്ങള്, വേദജ്ഞരായിരിക്കുന്ന ബ്രാഹ്മണര്, ജ്ഞാനം, ഇതെല്ലാം തന്നെ ബ്രഹ്മണ്യം കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ധർമ്മങ്ങളെ അറിയുന്നവനും എല്ലാ ധർമ്മങ്ങളും അറിഞ്ഞിരിക്കണം. ലോകാധിപനും തന്നെ ഭജിക്കുന്നവർക്ക് കീർത്തി വർദ്ധിപ്പിക്കുന്നവനും മഹത്തായ സമ്പത്തുള്ളവനും പ്രാണികളുടെ ജനനം, സ്ഥിതി, മരണം എന്നിവയ്ക്കെല്ലാം കാരണഭൂതനുമായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുന്നവന് ദുഃഖമില്ല എന്നാ പറയുന്നത്. എല്ലാ ധർമ്മങ്ങളും ആർക്കറിയാം? ഭഗവാൻ അറിയാം. ലോകാധിപനാണ്. എല്ലാ ലോകങ്ങൾക്കും ഭഗവാൻ അധിപനാണ്. തന്നെ ഭജിക്കുന്നവനെ കീർത്തി വർദ്ധിപ്പിക്കുന്ന പറയുന്നത്. ആരാണോ ഭഗവാൻ കൃഷ്ണനെ ഭജിക്കുന്നത് ആ ഭജിക്കുന്ന വ്യക്തിക്ക് ഭഗവാൻ കീർത്തി നൽകും. മഹത്തായ സമ്പത്തുള്ളവനാണ്. വലിയ സമ്പത്താണ് ഭഗവാൻ അല്ലേ? എല്ലാ സമ്പത്തും ഭഗവാന്റെ കയ്യിലുള്ള. കാരണം എന്താ? ഭഗവാന്റെ വക്ഷസ്ഥാനത്താ ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ലക്ഷ്മി ദേവിയാണ് സമ്പത്തിനുടമ. ആ സമ്പത്തിന്റെ ഉടമയായിരിക്കുന്ന ദേവി എവിടെ ഇരിക്കുന്നു? ഭഗവാന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്നു. അപ്പൊ പിന്നെ ഭഗവാൻ എല്ലാ സമ്പത്തിനും അധിപനായില്ലേ? സർവപ്രാണികളുടെ ജനനം. ഈ ഭൂമണ്ഡലത്തിൽ നിന്നല്ല, ഏത് ഭൂമണ്ഡലത്തിൽ പോയാലും ഏത് പ്രാണി ജനിച്ചാലും മരിച്ചാലും ശരി, അവയുടെ മരണം നിശ്ചയിക്കുന്നതും ജനനം നിശ്ചയിക്കുന്നതും അവയെ നിലനിർത്തുന്നതും എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാൻ ആരാണോ സ്തുതിക്കുന്നത് ആ സ്തുതിക്കുന്ന വ്യക്തിക്ക് ദുഃഖമില്ല. ക്ലിയർ? സർവോത്കൃഷ്ടനായിട്ട് വർത്തിക്കുന്നതിനാൽ മഹത് പരമാത്മ സത്യസ്വരൂപനാണ്. എല്ലാത്തിലും ഉത്കൃഷ്ടമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആ ഭഗവാൻ പരമാർത്ഥമായിരിക്കുന്ന സത്യസ്വരൂപനാണ് ഭഗവാൻ എന്നാ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് എന്താ? അടുത്ത ലൈനിലേക്ക് വരൂ ട്ടാ. ഏഷമേ. അടുത്ത ലൈനിൽ വരൂ. ഏഷമേ സർവധർമാണാം. ഏഷമേ സർവധർമാണാം
ധർമ്മോ, ദിഗതമോ. കൂട്ടി വായിക്കുമ്പോ കിട്ടും. ഇപ്പൊ പിരിച്ചു പിരിച്ച് വായിക്കൂ കേട്ടോ. ധർമ്മോ ദിഗതമോ മതഃ യത് ഭക്ത്യാ പുണ്ടരീകാക്ഷം. യത് ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരർ സ്തവൈരർ ചേനരസധാ. സ്തവൈരർ ചേനരസധാ. ആ വാക്കൊന്നും കൂടി പഠിച്ചോളൂ. സ്തവൈരർ ചേനരസധാ. ക്ലിയർ? ഒന്നുകൂടി വായിച്ചു പോവാ 2 ലൈൻ ഒരുമിച്ചിട്ട്. ഏഷമേ സർവധർമാണാം. എന്റെ കൂടെ വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഏഷമേ സർവധർമാണാം ധർമ്മോധികധമോ മതഃ യത് ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരർച്ചേനരസധാ. കിട്ടിയോ? വായിക്കാൻ കിട്ടിയോ ആ 2 ലൈനും? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പൊടി ഇതം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ പൊടി കാരണം ഇറിറ്റേഷൻ ആവുന്നതാണ്, ക്ഷമിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലായ്പ്പോഴും പുണ്ടരീകാക്ഷനെ, അതായത് ഭഗവാനെ, മനുഷ്യൻ എല്ലായ്പ്പോഴും പുണ്ടരീകാക്ഷനെ, ഭഗവാനെ ഭക്തിപൂർവം സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് വിധി രൂപങ്ങളായിരിക്കുന്ന എല്ലാത്തിലും വെച്ചിട്ട് മഹത്തായ ധർമ്മം എന്ന് പറയുന്നു. എല്ലാത്തിലും വെച്ചിട്ട് മഹത്തായ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണ്ടരീകാക്ഷനായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഭക്തിയോടെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആരുടെ അഭിപ്രായം? നമ്മുടെ ഈ എന്താ പറയുന്നത്, യുധിഷ്ഠിരനോട് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത് എന്റെ അഭിപ്രായം ഇതാണ് എന്നാണ്. അദ്ദേഹം മഹാനായ ഒരു വ്യക്തിയാണ് അല്ലെ, മഹാത്മാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്യം നമ്മൾ അതുപോലെ സ്വീകരിക്കണം. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? മനുഷ്യൻ എല്ലായ്പ്പോഴും പുണ്ടരീകാക്ഷനെ ഭക്തിയോടെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യണം. ഇത് ആണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ചിട്ട് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നു. ശ്രേയസിനും പ്രേയസിനും നിരവധി ധർമ്മമാർഗങ്ങളുണ്ട്. പേര് കിട്ടാനും പ്രശസ്തി കിട്ടാനൊക്കെ ഒരുപാട് ധാർമ്മികമായ മാർഗങ്ങളുണ്ട്. മീമാംസ പ്രകാരം കർമ്മങ്ങൾ ചെയ്ത് അനുഷ്ഠിക്കുന്നവൻ വാജപേയം, അഗ്നി, സോമയാഗം ഇതൊക്കെ ചെയ്യുന്നത്. സോമയാഗമൊക്കെ ചെയ്യുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെ ആയിരിക്കണം, പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം, ചക്രവർത്തി ആവണം, ഭൂലോക ചക്രവർത്തി ആവണം, ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല രാജാക്കന്മാർ അനുഷ്ഠിച്ച പല കാര്യങ്ങളും ഉണ്ട്. അവയ്ക്കെല്ലാം വളരെയധികം പണവും ചെലവാക്കണം, ഒരുപാട് വിഷമങ്ങളും ഉണ്ട്. മറ്റുള്ളവരുടെ സഹായവും വേണം. കുറെ ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. എന്നാൽ പുണ്ടരീകാക്ഷനെ, ഭഗവാനെ ഹൃദയത്തിൽ വെച്ചിട്ട് ധ്യാനിക്കുകയോ ഭഗവാന്റെ ഒരു രൂപം വീട്ടിൽ വെച്ച് പൂജിക്കുകയോ സങ്കീർത്തനം ചെയ്യുകയോ സത്സംഗത്തിലൂടെ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന് അത് ഒറ്റയ്ക്ക് ഒരു ചെലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? ഒറ്റയ്ക്ക് ഒരു ചെലവും ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പുണ്ടരീകാക്ഷൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഈ നാമം ഭീഷ്മ പിതാമഹൻ വളരെ 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 ആലോചിച്ച് പറഞ്ഞൊരു നാമമാണ്. കരുണാനിധി എന്ന് കാണിക്കുന്നവനായിരിക്കണം ഭഗവാൻ. എപ്പോഴെന്താണ്? കരുണാനിധിയാണ്. നമ്മളുടെ മനസ്സൊന്ന് വേദനിച്ചാൽ ഭഗവാൻ അത് സഹിക്കില്ല. നമ്മൾ വിചാരിക്കും ഭഗവാൻ നമ്മൾ കരഞ്ഞിട്ട് എന്താ നോക്കിയിരിക്കണം, അദ്ദേഹത്തിന്റെ ഹൃദയം പെടയും. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? താമര കണ്ണൻ എന്ന് പറയാൻ കാരണം അതാണ്. അത്രയും മനോഹരമായിരിക്കുന്ന മിഴികളോട് കൂടി ആ ഭഗവാൻ നമ്മളെ ഇങ്ങനെ പ്രഥമ ദൃഷ്ടിയാലേ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ അത്രയും സ്നേഹത്തോടെ ആ ഗുരുവായൂർ നടക്കിൽ നല്ല എവിടെ ഇരുന്ന് നമ്മൾ കൃഷ്ണാന്ന് വിളിച്ചാലും ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത്രയും സ്നേഹമുണ്ട് നമ്മളോട് എല്ലാവരോടും ഭഗവാന്. സ്തുതിയും അർച്ചനയും ഒക്കെ ഭക്തിയോടുകൂടി വേണം. അയ്യോ ഇതൊക്കെ ചെയ്യണല്ലോ എന്ന് ഓർത്തിട്ട് വെപ്രാളപ്പെട്ട് ചെയ്യാൻ പാടില്ല. ഭക്തിയുടെ ആദ്യ പടി, ഭഗവാനോടുള്ള ഭക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? സ്നേഹമാണ്. ഭഗവാനോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം നമുക്ക്. ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് ഇങ്ങനെ വരുമ്പോ കാന്തം സൂചിയെ ആകർഷിക്കുന്നത് പോലെ, നദി ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ സാധ്വായ സ്ത്രീ ഭർത്താവിന്റെ മോക്ഷത്തെ പറ്റി ചിന്തിക്കും അല്ലെ? നല്ലൊരു സ്ത്രീ എന്താ ചെയ്യാ? അയ്യോ എന്റെ ഭർത്താവിന് കഷ്ടപ്പാടാണ്, താലിമാലെങ്കിലും ഊരി കൊടുക്കും. നിങ്ങളെക്കാൾ വലുത് എന്താ ഉള്ളത്, നിങ്ങൾ എന്താ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എല്ലാ ദുരിത ഘട്ടങ്ങളിലും ഭർത്താവിന്റെ കൂടെ നിൽക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് പോലെ ഒരമ്മ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മക്കളെ ഓർക്കും. നമ്മൾ എന്ത് ഒരു നല്ല ഭക്ഷണമൊക്കെ നമ്മൾ എന്താ ചെയ്യാം? കുറച്ചു പോയി, ഭക്ഷണം കുറഞ്ഞു പോയി എന്ന് വെച്ചാല്
നമ്മൾ എന്താ ചെയ്യുക, അയ്യോ അത് മോനെടുത്ത് വെക്കാം, കുഞ്ഞിനെടുത്ത് ചിലപ്പോൾ വീട്ടിൽ ഒരു പഴമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കുഞ്ഞിന് പഴം ഇഷ്ടമാണെങ്കിലോ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേണ്ട വേണ്ട പിന്നെ മോൻ കഴിക്കട്ടെ, കുഞ്ഞ് കഴിക്കട്ടെ എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് ബെഡ് കിടക്കാതെ പറ്റൂല, നടുവേദന എടുക്കും. പക്ഷെ എന്നാലും മക്കളുണ്ടെങ്കിൽ നമ്മൾ മക്കൾ അവിടെ കിടന്നോ, അമ്മ ഇവിടെ കിടന്നോളും, അയ്യോ എനിക്ക് ഇഷ്ടമല്ല അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞ അമ്മമാർ ഒഴിഞ്ഞു മാറാറുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ത്യാഗവും അമ്മമാർ സഹിക്കും അല്ലേ. അപ്പൊ അതേപോലെ എന്താ പറയാ, എങ്ങനെയൊക്കെയാണോ ഒരു കാന്തം സൂചി ഒരു കാന്തത്തെ ആകർഷിക്കുന്നത്, അങ്ങനെ എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് ഈ പ്രകൃതിയിലുണ്ട്. ഇതേപോലെ നമുക്ക് ഭഗവാനോടൊരു അചഞ്ചലമായ ഒരു സ്നേഹം, ഒരു ഭക്തി ഉണ്ടാവണം എന്നാ പറയുന്നത്. എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് ചിന്തിക്കും, മറ്റു കാര്യങ്ങൾ ചിന്തിക്കും. അപ്പൊ അതേപോലെ നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഭഗവാന്റെ പൂജയാണെന്ന് നമുക്ക് തോന്നണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തോട്ടെ, ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടെ, ഇത് എൻ്റെ ഭഗവാൻ എനിക്ക് തന്നത്, അയ്യോ ഒന്ന് ഭഗവാൻ ഉണ്ടായിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞു, ഈശ്വര എൻ്റെ ഭഗവാനെ കൊണ്ടാണ് ആ വാക്ക് എനിക്ക് കേട്ടത്. ഇപ്പം മറ്റാരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വരുമ്പോൾ അവരൊരു സഹായം ചെയ്ത്, ഈശ്വര അതെൻ്റെ ഭഗവാന്റെ കൃപാകടാക്ഷമാണ്, എൻ്റെ ഭഗവാന്റെ കാരുണ്യമാണ് അവരിലൂടെ എനിക്ക് നടന്നു കിട്ടിയത്. അങ്ങനെ അങ്ങനെ എന്ത് കാര്യം നമുക്ക് വന്നാലും, ഇനി ഒരു വിഷമം നമ്മൾക്കുണ്ടായി, അയ്യോ ഭഗവാൻ എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്, ആ വിഷമത്തിലൂടെ ഭഗവാൻ അതെന്നെ ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലതും ചീത്തയുമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ ഒരു കയ്യൊപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം ക്രമത്തിൽ ഭഗവാന്റെ കൃപയിലൂടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി, സ്വഭാവമായി തീരും, നമ്മുടെ സ്വഭാവമായി തീരും. അത് നല്ലതും ചീത്തതിനെ നമുക്ക് വേർതിരിച്ച് വേദനിച്ച് ദുഃഖിച്ച് സന്തോഷിച്ചിരിക്കേണ്ട. സമസ്ത നേരങ്ങളിൽ നമ്മൾ ഒരേ മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോകും. മനസ്സിലായോ? വിഷമങ്ങൾ വരുമ്പം അത് ഭഗവാന്റെ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ സഞ്ജൂട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഞാൻ എന്താ പറയാ, നമുക്കൂടെ എനിക്ക് ദേഷ്യം വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം, നീ മിണ്ടാതിരിക്കുക അവിടെ, അടങ്ങിയിരിക്കുക അവിടെ, ഈ ഒരു ടോണും സ്നേഹത്തോടെ വിട്, നമുക്കൊരു പാടി എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നതും ഇതെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. മോനെ എടാ മക്കളെ എന്ന് പറഞ്ഞ് ചെല്ലുന്നതും എല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ആ വ്യക്തിക്ക് അവിടെ മാറ്റമില്ല, പക്ഷെ ആ വ്യക്തിയുടെ പ്രകൃതം, ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട്. പക്ഷെ അത് ആ രണ്ട് സ്വഭാവവും ഒരു വ്യക്തിയിൽ നിന്ന് വരുമ്പോൾ ആ വ്യക്തി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ കാണിക്കുന്നത്, അല്ലെ ഇഷ്ടമുള്ളത് കൊണ്ടാണോ സ്നേഹം കാണിക്കുന്നത്? അല്ല, രണ്ടും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന മകനോടുള്ള അമ്മയുടെ വാത്സല്യമാണ്. മകൻ അത് ചെയ്താൽ തെറ്റിപ്പോവും, അത് അവൻ ആപത്തായി മാറും. അവിടെ ഒരു വാണിംഗ് ആയി, ഒരു ഇഷ്ടക്കേട് പോലെയാണെങ്കിൽ കൂടി അവിടെ ഒരു വാണിംഗ് ആയിട്ട് നമ്മൾ കാണിക്കുന്നു. എന്നാൽ ആ കുട്ടി നന്മ ചെയ്യുമ്പോഴും എടാ അമ്മക്കുടു എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് പിടിക്കും അല്ലെ. അപ്പൊ ഇത് രണ്ടും ഒരമ്മയുടെ വികാരങ്ങളാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഇത് ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന അമിതമായിരിക്കുന്ന സ്നേഹവും വാത്സല്യവും കൊണ്ടുള്ള വികാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും. അതിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഭഗവാനെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല, പരാതി പറയാൻ പാടില്ല. അച്ഛന്റെയും അമ്മയുടെയും രൂപത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ നമുക്ക് ജീവിതം പഠിപ്പിച്ചു നൽകുകയാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി, അതായത് യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണ് എന്ന് ഭഗവത്ഗീതയില് വിഭൂതി യോഗത്തില് ഭഗവാൻ പറയുന്നുണ്ട്. അത് മാത്രല്ല പിന്നെയോ ഭീഷ്മർ ഓരോ യുഗത്തിലേക്കും വേണ്ട ധർമ്മം വിഷ്ണു പുരാണത്തിലുള്ളതും എല്ലാത്തിലുള്ളതും ഭഗവാൻ വിഷ്ണു പുരാണത്തിലുള്ളത് പോലും ഭീഷ്മ പിതാമഹൻ പറഞ്ഞു തരുന്നുണ്ട്. കൃതയുഗത്തില് കൃതയുഗം എന്ന് പറഞ്ഞാൽ സത്യയുഗം, കൃതയുഗത്തിൽ ധ്യാനം കൊണ്ടും തേധായുഗത്തില് നമ്മള് യജ്ഞാനുഷ്ഠാനം കൊണ്ടും ദ്വാപര യുഗത്തില് നമ്മൾ പൂജാകർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ ഈ ഒരു കലിയുഗത്തില് നമ്മള് നാമസങ്കീർത്തനങ്ങൾ കൊണ്ടും ഒക്കെ മനുഷ്യനുണ്ടാകുന്ന ഫലം എന്താണ് എന്നുള്ളത് ഭീഷ്മ പിതാമഹൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വിഷ്ണു പുരാണം ഇവിടെ ഉണ്ട്. വിഷ്ണു പുരാണം പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കുറച്ചും കൂടെ വിപുലീകരിച്ച് പറഞ്ഞു തരാം. വിഷ്ണു പുരാണത്തിൽ പറയുന്നു, ധ്യായൻ കൃതേ യജ്ഞൻ യജ്ഞജേ സ്തോത്രയാം ദ്വാപരേർച്ചയൻ യഥാപ്നോതി താപ്നോതി കലൗ സംകൃത്ത കേശവം എന്ന് പറയുന്നുണ്ട്. ഓരോ യുഗത്തിലും നമ്മൾ എങ്ങനെയാണ് ഭഗവാനോട് അടുക്കേണ്ടത് എന്നാ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം, ഏതൊരുവനും പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ബാലനാവട്ടെ വൃദ്ധനാവട്ടെ ദൃഢഗാത്രനാവട്ടെ രോഗിയാവട്ടെ ആരോഗ്യമുള്ളവനാവട്ടെ, ഏതൊരു വ്യക്തിക്കും ഭഗവാനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, പൂജ ചെയ്യാം, പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, അനുസരിക്കാം. എല്ലാ രീതിയിലും നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാം.
സത്വഗുണം വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ അടുത്ത് പോയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ അവിടെ നല്ല പണി കൂട്ടണം എന്നൊരിക്കലും പാടില്ല. അത് സത്വഗുണമല്ല കേട്ടോ. സർവം കൃഷ്ണാർപ്പണമസ്തു. എന്തോ ആയിക്കോട്ടെ, നമ്മളോട് ആരെന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, നമ്മളെക്കുറിച്ച് ആരെന്ത് പറയുന്നു, ഇതൊന്നും നമുക്കൊരു മാറ്റർ അല്ല. പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ, നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല. സത്വഗുണം അതാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. ഇതുപോലും അസുര സമ്പത്തി വർദ്ധിച്ചു വരുന്ന കാലത്തിൽ, ഈ കലിയുഗത്തില് അസുരിക സ്വഭാവമുള്ള ജനങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഈ കാലത്തില് അപൂർവമായിരിക്കും എന്ന് ഭീഷ്മ പിതാമഹൻ അറിയാം ഈ സാത്വിക മനോഭാവമുള്ള വ്യക്തികൾ ഈ കലിയുഗത്തിൽ വളരെയധികം കുറവായിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരുമാതിരിപ്പെട്ട മൈൻഡാണ്. ഒരാൾ നല്ലത് ചെയ്യുന്നു, ഒരാൾ ഉയർന്നു വരുന്നു, ഉടനെ അതിനെന്തെങ്കിലും ഒരു ഏഷണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിലൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അവരെ കുറിച്ച് മോശം പറയുക, അല്ലെ അവർക്കൊരു ദുരിതം കൊടുക്കുക, അല്ലെ അവരെ പ്രയാസപ്പെടുത്തുക. ഇത് ഈ കലിയുഗത്തിൽ ആസുരിക സ്വഭാവമുള്ള വ്യക്തികൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാത്വികമായ മനോഭാവത്തോട് ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. ആരെന്ത് പറഞ്ഞാലും നമ്മൾക്കതൊരു പ്രശ്നമല്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. നമുക്ക് 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം, ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ ദുഃഖിക്കേണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ. അപ്പം ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഇതൊന്നും മനസ്സിൽ വെക്കാതെ സമാധാനമായിട്ട്, ക്ഷമതാജി ഞാൻ വിളിക്കാട്ടോ, സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പരമം യോ മഹത് ബ്രഹ്മം തേജ പരമം യോ മഹത്തഭ പരമം യോ മഹത് ബ്രഹ്മ പരമം യപ്പരായണം. അതായത് കിം വാഭേഗം പരായണം എന്ന് പറയുന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ഏതൊരു പുരുഷനാണോ ഒരു മിനിറ്റ്, ആ ഒരു ലൈൻ വായിക്കാൻ അറിയാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കുക. പരമം യോ മഹത്തേജ പരമം യോ മഹത്തേജ പരമം യോ മഹത്തഭ പരമം യോ മഹത് ബ്രഹ്മ പരമം യപ്പരായണം. കിട്ടിയോ? ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പുരുഷോത്തമന്, അതായത് ഭഗവാന് അതുല്യവും മഹത്വമായിരിക്കുന്ന തേജസ് ഉണ്ടോ, നമ്മുടെ ഭഗവാന് അതുല്യമായിരിക്കുന്ന, ഭഗവാന്റെ തേജസ്സിനോട് തുല്യപ്പെടുത്താൻ വേറൊന്നുമില്ല അല്ലെ, അതുല്യമായിരിക്കുന്ന ആ ഒരു തേജസ് ഉണ്ടോ, ഏതൊരു ദേവനാണോ പരമവും മഹത്വമായിരിക്കുന്ന തപസ്സുണ്ടോ, ഏതൊരു മഹത്തായ ബ്രഹ്മമാകുന്നുവോ അതാകുന്നു പരമമായിരിക്കുന്ന അയനം എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ തേജസ്, ഭഗവാന്റെ മഹത്വം, ഇതൊന്നും നമുക്കൊരിക്കലും അളവ് കൊണ്ട് പറയാനോ അല്ലെങ്കിൽ അളക്കാനോ വാക്കുകൾ കൊണ്ട് ഉപന്യാസം നടത്താനോ ഒന്നും സാധിക്കില്ല. അതിൻ്റെ എല്ലാം മുകളിലാണ് ഭഗവാന്റെ ശ്രേയസ്സും കീർത്തിയും ഐശ്വര്യവും തേജസ്സും മഹത്വം എന്ന് പറയുന്നത്. ഓക്കെ, അതാ പറയുന്നത് പരമം യോ മഹത്തേജ പരമം യോ മഹത്തഭ പരമം യോ മഹത് ബ്രഹ്മ പരമം യപ്പരായണം. ക്ലിയർ? അപ്പോ പരമമായിരിക്കുന്ന പ്രകാശമാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. സഹസ്രനാമത്തിൽ ഒരുപാട് നാമങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. ഇത് ശ്രുതി മൃതി ന്യായനങ്ങളാൽ നമ്മൾ മനസ്സിലാക്കണം. തൈത്തിരീയ ബ്രാഹ്മണത്തില് ഏതൊരു തേജസ് കൊണ്ട് പ്രകാശിക്കപ്പെട്ട് സൂര്യൻ പ്രകാശിക്കുന്നുവോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതല്ല, പിന്നെയോ ഭഗവാന്റെ തേജസ് കൊണ്ടാണ് സൂര്യദേവൻ പോലും പ്രകാശിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഏന സൂര്യ സപ്തതി തേജാസ്തഥാ എന്ന്. ഏതൊരു തേജസ് കൊണ്ടാണോ സൂര്യൻ പോലും പ്രകാശിക്കുന്നത്, സൂര്യന്റെ പ്രകാശം തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിനേക്കാൾ എത്രയോ കോടി സൂര്യന്മാരുടെ പ്രകാശം ആർക്കുണ്ട്? ഭഗവാനുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നുണ്ട് ജ്യോതിസുകളുടെ ജ്യോതിസ് എന്നാണ് അതിനെ ദേവഗണങ്ങൾ പറയുന്നത്. ജ്യോതിസുകളുടെ ജ്യോതിസ് ആര്? ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ തേജസ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. തം ദേവാ ജ്യോതിഷാം ജ്യോതി, അതാണ് പറയുന്നത്. അപ്പൊ അത്രയും തേജസ്സും ജ്യോതിയും ഉണ്ടാർക്ക്? ഭഗവാന്. അവിടെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ പ്രകാശം എത്തുന്നില്ല. ഭഗവാന്റെ തേജസ്സിനോട് അടുക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഈ കാണുന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്ര സമൂഹത്തിന്റെ ഒന്നും തേജസ്, അതിന്റെയൊക്കെ മുകളിലാണ്. ഇതൊക്കെ പ്രകാശിക്കുന്നത് നിലനിൽക്കുന്നത് ഭഗവാന്റെ ആ ഒരു തേജസ് കൊണ്ടാണ്. പ്രദീപ് സർ നമസ്തേ. അപ്പോ എന്താ പറയുന്നത്? മുണ്ടകോപനിഷത്തിലും അത് പറയുന്നുണ്ട്. നയത്ര സൂര്യോഭാദിന ചന്ദ്രതാരകം, ചന്ദ്രങ്ങളുടെയോ സൂര്യന്റെയോ നക്ഷത്രങ്ങളുടെയോ ഒക്കെ
പ്രകാശം പോലും ഭഗവാന്റെ മുമ്പിൽ എവിടെയും എത്തുന്നില്ല. അപ്പൊ എത്രമാത്രം തേജസ് ഉണ്ട്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, സമയം മതിയാവില്ലെന്ന് മാത്രമല്ല നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല ഭഗവാന്റെ തേജസ്. സൂര്യനിലെ തേജസ്സും ചന്ദ്രനും അഗ്നിയും എന്നിവയുടെ എല്ലാത്തിന്റെ തേജസ്സും എന്റേതാകുന്നു എന്ന് മനസ്സിലാക്കുക എന്ന് ഭഗവാൻ ഭഗവത്ഗീതയില് പുരുഷോത്തമ യോഗത്തിലുണ്ട്, ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തേജസ് ഭഗവാന്റെ തേജസ് തന്നെയാണ്. ഈ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി ഇതിന്റെ എല്ലാം തേജസ്സുകൾ എന്റേതാകുന്നു, ഭഗവാന്റേതാകുന്നു. മനസ്സിലായില്ലേ? യഥാദിത്യഗതം തജോ ജഗത് ഭാസയഥാഖിലം യചന്ദ്രമസി യച്ചാഗ്നൗ തദോജോ വിദാത്മിമാമഘം. അതായത് പരമംയോ മഹത്തബാ, യാതൊന്നിന്റെ ആജ്ഞകൾ ഒരു കണിക പോലും ലംഘിക്കാൻ വയ്യ എന്ന് സാരം. ഭഗവാന്റെ വാക്ക് ലംഘിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ വാക്യം ശ്രുതികളെ അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ വാക്യം, ഭഗവാന്റെ തീരുമാനം, ഭഗവാന് മുകളിൽ ഒന്നും തന്നെ ഇല്ല. ബൃഹദാരണ്യക ഉപനിഷത്തില് ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ പ്രാണികളുടെയും അന്തർഭാഗത്ത് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലും പറയുന്നു സർവ്വതിലും ഭഗവാനുണ്ട്. നമ്മളുടെ ഉള്ളിലും ആത്മാവും പരമാത്മാവും ഉണ്ട് അല്ലെ? ആ പരമാത്മാവ് ആരാണ്? ഭഗവാനാണ്. എല്ലാത്തിലും എന്താണ് രതീഷ്? എല്ലാത്തിലും ആരുണ്ട്? ഭഗവാനുണ്ട്. ശാസനകൾ നൽകുന്നു എന്നർത്ഥം വരുന്ന മന്ത്രമാണത്. ഭഗവാന് നമ്മളെ വാണിംഗ് ചെയ്യാനും സാധിക്കും, നമ്മളെ ഭഗവാന് സ്നേഹിക്കാനും സാധിക്കും. അപ്പം ഒരു അച്ഛനും അമ്മയും എന്താണോ അതിന്റെ പൂർണ്ണ രൂപമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഓക്കെ. യ ഇമം ച ലോകം പരം ച ലോകം സർവാണി ച ഭൂതാനി യോ ധരോ മയാദി എന്നാ പറയുന്നത്. കാറ്റ് വീശുന്നതും സൂര്യചന്ദ്രന്മാർ താന്താങ്ങളുടെ പ്രവൃത്തി നിർവഹിക്കുന്നതും യമൻ ഓടുന്നതും എല്ലാം അദ്ദേഹത്തെ ഭയന്നിട്ടാണ്. എന്താ കാറ്റ് വീശുന്നത്, യമൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, സൂര്യചന്ദ്രന്മാരെല്ലാം അവരുടെ സമയത്ത് ഒരു നിമിഷം പോലും തെറ്റാതെയാണ് രാവും പകലും എല്ലാം ഉണ്ടാവുന്നത് അല്ലെ? ഒരു സെക്കൻഡ് പോലും തെറ്റുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാ? ഭഗവാനെ ഭയന്നിട്ടാണ് എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ അടക്കം പറയുന്നുണ്ട്. ഓക്കെ. ഇനിയോ ഭീഷ്മസ്മാധുതാ പവധേ ഭീഷോ ഭേദി സൂര്യ ഭീഷാസ്മാദഗ്നി ചന്ദ്രേ മൃത്യുദ്ധാർധാവതി പഞ്ചമ പരമംയോ മഹത് ബ്രഹ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത്രത്തോളം നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും ഒരു എന്താ പറയാ ശക്തിയായിരിക്കുന്ന മാതാജി, ഇത്രയും ഒരു ശക്തിയായിരിക്കുന്ന പരമസത്യമായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നിസാരമായി കാണാതിരിക്കുക. ഈ ആത്മാവാരാണ്? സർവേശ്വരൻ തന്നെയാണ്, സർവജ്ഞനാണ്, സകലത്തിന്റെയും ഉള്ളിൽ വസിക്കുന്നവനാണ്. എല്ലാ ഭൂതങ്ങളിലും ഉൽപ്പത്തി സ്ഥാനവും ഈ ആത്മാവിന് തന്നെയാണെന്ന് മാണ്ഡൂക്യ ഉപന്യാസത്തിലും പറയുന്നുണ്ട്. ആലോചിച്ചൊക്കെ അപ്പൊ ഭഗവാന്റെ ഒരു ശക്തി. ആ ഭഗവാന്റെ അടുത്ത് പോയിട്ട് എന്തെല്ലാം നമ്മൾ കാണിക്കുന്നത് അല്ലെ? ഇനി പറയുന്ന എന്താണ്? ഏഷ സർവേഷ ഏഷ സർവജ്ഞ ഏഷോന്തര്യോ മേഷ യോനി സർവസ്യ പ്രഭാവാഭ്യ യൗഹീഭൂതാനാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രകാരം ഐശ്വര്യമുള്ള ആ ഭഗവാൻ ആരാകുന്നു? ബ്രഹ്മമാകുന്നു. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ? ഇപ്രകാരം തേജസ്സും തപസ്സും ഐശ്വര്യവുമുള്ള ഭഗവാനെ, ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഭഗവാനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അവിടുത്തെ പാദങ്ങളിൽ എത്തിയാൽ പിന്നെ ഒരിക്കലും നമ്മൾ മടങ്ങി വരില്ല. ആ പാദങ്ങളിൽ എത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. അതിനാണ് പറയുന്നത് സാത്വികമായ ജീവിതചര്യയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനോട് അടുക്കാൻ സാധിക്കൂ. സകല ജീവജാലങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആശ്രയവും പരമമായിരിക്കുന്ന തേജസ്സും പരമമായിരിക്കുന്ന തപസ്സും പരമമായിരിക്കുന്ന ബ്രഹ്മവും ആരാണ്? നമ്മുടെ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനോട് നമുക്ക് ഒരു ആത്യന്തികമായ സ്നേഹം തന്നെ വേണം. ക്ലിയർ? ഇനി അടുത്ത ലൈനിലേക്ക് പോകൂ. വിഷ്ണു സഹസ്രനാമത്തിലെ പവിത്രാണാം വായിക്കൂട്ടോ. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വ്യയ പിതാ. കിട്ടിയോ? ചേർത്ത് വായിക്കൂ. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വ്യയ പിതാ. കിട്ടിയില്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിമേഘം ദൈവതം ലോകേ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണ് കേട്ടോ ഇത്. പരിശുദ്ധമായതിനെയെല്ലാം മേലായ പരിശുദ്ധ സ്വരൂപിയും മംഗളകരമായിരിക്കുന്ന കർമ്മങ്ങളുടെയെല്ലാം മംഗളവുമായി സ്ഥിതി ചെയ്യുന്നവനും ദേവതകൾക്കെല്ലാം ഉപരിയായിരിക്കുന്ന ദേവനും
സർവചരാചരങ്ങൾക്കും പിതാവായിരിക്കുന്ന ആരോ അവനാണ് ദൈവശ്രേഷ്ഠൻ. ക്ലിയർ? പരിശുദ്ധമായതിനെ എല്ലാം പരിശുദ്ധ സ്വരൂപിയാണ്. പരിശുദ്ധമായിരിക്കുന്നതിൻ്റെ എല്ലാം മുകളിലായിരിക്കുന്ന പരിശുദ്ധ സ്വരൂപിയും മംഗളകരമായിരിക്കുന്ന കർമ്മങ്ങളുടെ എല്ലാം മംഗളമായിട്ട്, മംഗളകരമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും മംഗളമായിട്ടും എല്ലാ ദേവതകൾക്കും ഉപരിയായിരിക്കുന്ന ദേവനായിരിക്കുന്ന സർവചരാചരങ്ങളുടെ എല്ലാത്തിൻ്റെയും പിതാവുമായിരിക്കുന്ന ആ ദൈവശ്രേഷ്ഠനാണ് ആര്? നമ്മുടെ ഭഗവാൻ. ആലോചിച്ച് നോക്കുക. പരമാത്മാവ് പവിത്രങ്ങളിൽ വെച്ചിട്ട് പവിത്രനാണ്, എല്ലാത്തിലും വെച്ചിട്ട് പവിത്രമാണ് ഭഗവാൻ. അതിനാൽ തൻ്റെ ഭക്തരുടെ സംസാര ബന്ധനം എന്ന അജ്ഞാനം ഭഗവാൻ പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായതുകൊണ്ടും പരമാത്മാവായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ, അദ്ദേഹത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവരുടെ എല്ലാം ദുഃഖങ്ങൾ, സംസാര ബന്ധനങ്ങൾ, ഈ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, അതെല്ലാം അങ്ങനെയുള്ള അജ്ഞാനങ്ങളെല്ലാം നീക്കി ഇല്ലാതാക്കാൻ ഭഗവാൻ ചെയ്യുമെന്നാ പറയുന്നത്. സംസാരത്തിന് ഹേതു കർമ്മങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണം. നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, പക്ഷെ അതെല്ലാം നമ്മുടെ ഈ ലോകത്തില് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു എന്നാ പറയുന്നത്. ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു, അല്ലെ? ജ്ഞാനാഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി എല്ലാം ഭസ്മീകരിക്കുന്നുണ്ട്. അതിനാൽ ജ്ഞാനാഗ്നി എന്നിവിടെ പറയാൻ കാരണം എന്താ അറിയോ? ജ്ഞാനം, അറിവ്. അപ്പൊ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, നമ്മൾ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ഇത് ഒരു അഗ്നിയാണ്, നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു അഗ്നിയാണ്. തെറ്റായ കാര്യങ്ങൾ കേൾക്കാനും പ്രവർത്തിക്കാനും പോകരുത് എന്നുള്ള ആ ഒരു ജ്ഞാനം, ആ ഒരു അറിവ്, അത് നമ്മുടെ ഉള്ളിലെ അഗ്നിയാണ്. അപ്പൊ അത് ചേർത്ത് പറയുന്നു ജ്ഞാനാഗ്നി. ജ്ഞാനാഗ്നി എന്ത് ചെയ്യുന്നു? എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട തെറ്റായ പ്രവൃത്തികളെയും നമ്മൾ അതുമൂലം അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെ? അറിവുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. അപ്പൊ ആ അറിവ്, ആ ജ്ഞാനം എന്ത് ചെയ്യുന്നു? എല്ലാ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെയും ഭസ്മീകരിക്കുന്നു. അതിനാൽ പവിത്രൻ പവിത്രത ഇല്ലാതാക്കുന്നവനാണ് കർമ്മത്തിലെ ഫലാസക്തിയിലും അജ്ഞാനത്തിലുമാകുന്നു. അതുകൊണ്ട് ഭഗവാനാണ് നമുക്ക് എന്ത് തരുന്നത്? ഈ ഒരു ജ്ഞാനാഗ്നി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഭഗവാൻ നൽകുന്നുണ്ട്. ബ്രഹ്മനിൽ അധിഷ്ഠാനമായിരിക്കുന്ന കർമ്മത്തിൽ പാപങ്ങളൊന്നും ഒട്ടിച്ചേരുകയില്ല. ഒരു പാപവും ഭഗവാനുമായി അടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയില്ല, വരില്ല. താമരയിലയിലെ വെള്ളത്തുള്ളികൾ പോലെ അവ വിട്ടു നിൽക്കുന്നു. ഒരു താമരയുടെ ഇലയിൽ വെള്ളം, ചേമ്പിന്റെ തണ്ടിലൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് അതുപോലെ തന്നെ താഴേക്ക് പോകും, വെള്ളം ഒട്ടി നിൽക്കില്ല. അപ്പൊ അതേപോലെ നമ്മളുടെ ഭഗവാനുമായി നമ്മൾ അടുത്ത് ജീവിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പാപങ്ങളും നമ്മളിലേക്ക് അടുക്കില്ല. ബ്രഹ്മണ്യധായ കർമാണി സംഘം ധൃത്വാ കരോതിയാ ലിഭ്യതേ ന സ പാപേന പത്മ പവിത്ര വിഭാംസോ എന്നാ പറയുന്നത്. ബ്രഹ്മനിൽ ഒരു പാപവും ഒട്ടുകയില്ല, അത് പരിശുദ്ധമാണ്. അപ്പൊ അതേപോലെ നമ്മളും ഭഗവാനുമായി അദ്ദേഹത്തിന്റെ പാതാര ബിന്ദങ്ങളിൽ ലയിച്ചു ജീവിക്കുമ്പോൾ നമ്മളിലും എന്താണ്? നമസ്കാരം ചേട്ടാ, ജിതേന്ദ്രൻ ചേട്ടാ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യാതൊരു തരത്തിലുള്ള പാപങ്ങളും നമ്മുടെ ജീവിതത്തിലും ഒട്ടില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മണ്യധ്യായ കർമാണി സംഘം ധൃത്വാ കരോതിയ ലിഭ്യതേ ന സപ്പാപേന പത്മപത്ര വിമാംസ എന്നാ പറയുന്നത്. ഒരു തരത്തിലും നമ്മളിലേക്കും ഇതുപോലെയുള്ള പാപങ്ങൾ ഒട്ടുകയില്ല. തീർത്ഥങ്ങളുടെ എല്ലാം പവിത്രത ഭഗവത് സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് തീർത്ഥമാവില്ല. പക്ഷെ അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് അർച്ചന ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് തീർത്ഥമായി മാറി, അത് പുണ്യമായി മാറി. അതെന്തുകൊണ്ടാണ്? ഭഗവത് സാന്നിധ്യം അതിൽ നിറയുന്നത് കൊണ്ടാണ്. സൽച്ചിൽ ആനന്ദമായിരിക്കുന്ന ഭഗവാനേക്കാൾ പ്രശംസനീയമായിട്ടും മംഗളകരമായിട്ടും ഒന്നും തന്നെ ഇല്ല. ആ ഭഗവത് ശ്രേഷ്ഠത തന്നെയാണ് ഏറ്റവും വലിയ മംഗളകരമായിരിക്കുന്ന കാര്യം. ബ്രഹ്മ ശിവ ഇന്ദ്രാദി ദേവതകളെക്കാൾ എല്ലാം ഉപരിയാണ് പരബ്രഹ്മമായിരിക്കുന്ന മഹാവിഷ്ണു. ഒരു ജ്യോത്സ്യൻ രാശി വെക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് എന്താണ്? വ്യാഴം മറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയാ, ആരൂഢം തടുത്തു. ഇത് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഭഗവാനെയാണ് പ്രതിനിധീകരിക്കുന്നത്. മറ്റെല്ലാ സർവ്വദേവഗണങ്ങളും പ്രസാദിച്ചാലും വ്യാഴം പ്രസാദിച്ചില്ലെങ്കിൽ ഓടും ഗുരുവായൂരിലേക്ക്. അപ്പൊ അത്രത്തോളം പവിത്രത നമ്മൾ അവിടെ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. എന്നാൽ ഭഗവാൻ എല്ലാത്തിൻ്റെയും എന്താണ്? പിതാവാകുന്നു. ഭഗവാനാണ് ആര്? എല്ലാത്തിൻ്റെയും പിതാവായിരിക്കുന്നത്. ആ ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തന്നെ ഇല്ല. പിതാഹമസ്യ ജഗതോ മാതാ ദാദാ പിതാമഹ വേദ്യം പവിത്രോംകാര ഋക്സാമയജുദേവച യതിർഭർത്താ പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം എന്നാ പറയുന്നത് ഭഗവത്ഗീതയില്, അല്ലെ?
അതായത് ഈ ജഗത്തിന്റെ പിതാവ്, ഈ ലോകത്തിന്റെ അച്ഛനും അമ്മയും പിതാമഹനും ഞാനാകുന്നു. എല്ലാത്തിന്റെയും ഉപരി ആരാണ്? ഭഗവാനാകുന്നു. വേദങ്ങളും അറിയേണ്ടതും ഓങ്കാരവും എല്ലാം ഞാൻ തന്നെ. വേദവും ഭഗവാൻ തന്നെ, അറിയേണ്ടതും ഭഗവാൻ തന്നെ, എല്ലാത്തിന്റെ മുകളിൽ ഇരിക്കുന്നതും ഭഗവാൻ തന്നെ. ഞാൻ തന്നെയാണ് പരമമായിരിക്കുന്ന ഗതി എന്ന് ഭഗവാൻ പറയുന്നു. എല്ലാത്തിനെയും ഭരിക്കുന്നതും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും എല്ലാത്തിനെയും നേരിൽ കണ്ടറിഞ്ഞ് സാക്ഷിയായി നിൽക്കുന്നതും എല്ലാത്തിൻ്റെയും നിവാസ സ്ഥാനമായിരിക്കുന്നതും പരമമായിരിക്കുന്ന ശരണമായിരിക്കുന്നതും എല്ലാത്തിൻ്റെയും അഭ്യുദയകാംക്ഷിയായിരിക്കുന്നതും എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്നതും യാതൊരു അറിവുമില്ലാത്തവനുമാണ് ഞാനെന്ന് ധരിച്ചിരിക്കുന്ന പാമരനായിരിക്കുന്ന വ്യക്തിയെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഞാൻ തന്നെയാണ്. ഒരു ഉപകാരവും ഇല്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചു മാറി നിൽക്കുന്നവനെയും നിയന്ത്രിക്കുന്നതും സ്നേഹിക്കുന്നതും ഞാൻ തന്നെയാണ്. ഉദ്ഭവസ്ഥാനവും ലയസ്ഥാനവും ഞാൻ തന്നെയാണ്. തുടക്കവും ഒടുക്കവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അറിഞ്ഞിരിക്കണം നമ്മൾ ഭഗവാന്റെ വാക്കുകൾ. നാരായണ പരം ബ്രഹ്മതത്വം, നാരായണ പരാതത് വിഷ്ണോ പരമം പദം എന്നാണ് അർത്ഥം. അതായത് എന്നേക്കാൾ വലുതായി മറ്റൊന്നുമില്ല, ഭഗവാനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. നാരായണ പരബ്രഹ്മം തത്വം, നാരായണ പരാതത് വിഷ്ണോ പരമം പദം. ഭഗവാനാണ് എല്ലാത്തിനും മുകളിൽ ഇരിക്കുന്നത്. മത്ത പരതരം നാന്യാത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോധം സൂത്രേ മണിഗണ ഇവ. അതായത് എന്നേക്കാൾ വലുതായി യാതൊന്നുമില്ല. ഒരു മാലയിലെ മണികൾ അതിലെ നൂലിൽ എങ്ങനെ ബന്ധിതനായിരിക്കുന്നുവോ അതുപോലെ എന്നിൽ സകലതും കോർത്തിണക്കിയിരിക്കുന്നു. ഒരു മാല എടുത്താൽ ആ മാലയിൽ ഇങ്ങനെ നൂലിൽ ഇങ്ങനെ മുത്തു കോർത്ത് വെച്ചിട്ടുണ്ട്. ആ നൂലാണ് ഇതിനെ ബന്ധിച്ചിരിക്കുന്നത് അല്ലെ. അതേപോലെ ഭഗവാൻ നമ്മളെ എല്ലാം ഒരുമിച്ച് ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ 9:25 നമ്മൾ 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താണ്. 9:30 ഇനി അടുത്ത ക്ലാസ് നമുക്ക് നാളെ എടുക്കാം. കുറെ എടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് കിട്ടാതെ വരും, ഒരു കണക്ഷൻ കിട്ടാതെ വരും അല്ലേ. ഡിന്നർ കഴിക്കേണ്ടവർ കഴിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് ഇനി നാളെ എടുക്കാം. ഇത്രത്തോളം എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിഷ്ണു സഹസ്രനാമം കുറേയൊക്കെ എല്ലാവരും കൂടെ പഠിച്ച് വായിക്കാൻ എളുപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡെയിലി വായിക്കുക വിഷ്ണു സഹസ്രനാമം. ഇത്രയും ഒരു എന്താ പറയുക, നമുക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. അക്ഷരങ്ങൾക്ക് മുകളിലാണ് ഭഗവാൻ അല്ലേ. അപ്പം അത്രയും വലിയൊരു പരമരഹസ്യമായിരിക്കുന്ന വലിയൊരു ശാസ്ത്രം നമുക്ക് പഠിക്കാൻ നമ്മുടെ ഗുരുപരമ്പരയും ഭഗവാനും അച്ഛനും അമ്മയൊക്കെ അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം അനുഗ്രഹവും അവരുടെ എല്ലാം എന്താ പറയുക, ഈ ഒരു ഗൈഡൻസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിനെല്ലാം സാധിക്കുന്നത്. എത്രയോ ജന്മങ്ങളുടെ പുണ്യമാണ് നമുക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുപോലെ ഞാൻ എടുക്കുന്നു എന്ന് കരുതി ഞാൻ വലിയ സംഭവം എന്നൊന്നും പറയുന്നത് ഒരിക്കലുമല്ല. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനും നമുക്കത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മുടെ ഗുരുപരമ്പരയുടെ, നമ്മുടെ അച്ഛനമ്മമാരുടെ, നമ്മുടെ ഭഗവാന്റെ ഒക്കെ അനുഗ്രഹമാണ്. അത് എന്നും എല്ലായ്പ്പോഴും എപ്പോഴും നിങ്ങളുടെയും എൻ്റെയൊക്കെ കൂടെ ഉണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇനി എന്തുണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് മെസ്സേജ് അയച്ചു വെക്കുക. ഞാൻ സൈലന്റിൽ ഇടാൻ പോവാണ്. 9:30 ആയി, നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ എനിക്ക് രാത്രിയിൽ ജപം തീർത്തിട്ട് കിടന്നുറങ്ങണം, ഡിന്നർ കഴിക്കണം. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കണം. ഇനി നാളെ രാവിലെ നമുക്ക് വീണ്ടും നാളത്തെ ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ. എന്തുണ്ടെങ്കിലും മഞ്ജരീസിൽ മെസ്സേജ് അയച്ചു വയ്ക്കും, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ക്ലാസ്സൊക്കെ എല്ലാവരും ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ശിവരാത്രിയിൽ. ഇപ്പൊ പറയില്ല ആരൊക്കെയാണ് ശിവരാത്രി എടുക്കുന്നത്, അവർക്ക് ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു സർപ്രൈസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും. ഓക്കെ, ഹരേ കൃഷ്ണ.